you, Jesus. Hallelujah. ധന്യവാദോ പ്രഭു, ധന്യവാദോ പ്രഭു, ധന്യവാദ ധന്യവാദ ധന്യവാദ. നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. സ്തുതിസ്തോത്രങ്ങൾക്ക് യോഗ്യതയെ ഞങ്ങളൊക്കെ വാഴ്ത്തുകയാണ്, 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 വാഴ്ത്തുകയാണ്. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വ 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 മഹിമാഹോ മഹിമാഹോ പ്രഭുദേരി മഹിമാഹോ പ്രഭുദേരി മഹിമാഹോ. ഹാലേലൂയ 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 ഹാലേലൂയ. ഗ്ലോറി വർഷം ധനകരഗരാജകരീവൽ പ്രൗഢവരേ. ഹാലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. കുഞ്ഞാടേ നിനക്ക് മഹത്വം, കുഞ്ഞാടേ നീ അർക്കപ്പെട്ടു, കുഞ്ഞാടേ നീ അർക്കപ്പെട്ടു, നിനക്ക് മഹത്വം, മഹത്വം. സകല മഹത്വത്തിനും യോഗ്യനെ സാരെ महिमा का योग्य परमेश्वर. हालेलुया. हमारा मुख खोलकर हम प्रभु को धन्यवाद करें. हालेलुया. हालेलुया. परमेश्वर की हजूरी में परमेश्वर को हालेलुया धन्यवाद करें. हमारे आवाज़ों को उठाते हुए प्रभु को हालेलुया हाथों को उठाते हुए हम प्रभु को धन्यवाद करें. हालेलुया. धन्यवाद യേശുവേ, धन्यवाद. നന്ദിയോടെ വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. आज का दिन प्रभु ने हमारे जीवन में दिया है, इसलिए हम प्रभु को धन्यवाद करें, धन्यवाद करें. हालेलुया हालेलुया ग्लोरी हालेलुया. നന്ദിയോടെ വാഴ്ത്തുന്നു. സ്തുതിക്ക് യോഗ്യതയെ ഞങ്ങൾക്ക് हालेलुया. धन्यवाद करे, धन्यवाद करे, धन्यवाद करे, धन्यवाद करे. ग्लोरी वर्षम धरे. हालेलुया हालेलुया. धन्यवाद प्रभु तेरी महिमा से. कमल वर्षम धरे उड़वार वर्षम धरिगाल घटकम बैठकर रीदल घटकर गदे उड़मान वैषम दुराजाल घटकम इन वैषोरियाल घटकम धीरे. हालेलुया. നന്ദിയോടെ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. അർക്കപ്പെട്ട കുഞ്ഞാടേ മഹത്വം, 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 മഹത്വം. കുഞ്ഞാടേ നിനക്ക് മഹത്വം, 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 മഹത്വം. കർത്താധികർത്തന് മഹത്വം, ദൈവാദി ദൈവത്തിന് മഹത്വം. आमीन. हालेलुया. हम प्रार्थना करें. हालेलुया. आज का दिन विश्व भर में, देश भर में जो हालेलुया घर के अंदर जो आराधना सभा हो रहा है, वो सारे आराधना सभाओं को हालेलुया हालेलुया याद करते हुए हम प्रभु का धन्यवाद करें. उनके सारे लोगों के साथ मिलकर हालेलुया मुझे और मेरे परिवार के साथ को प्रभु की हजूरी में आने के लिए प्रभु ने कृपा दी. हम प्रभु का धन्यवाद करते. हालेलुया. धन्यवाद, धन्यवाद, धन्यवाद. इस समय हमारे साथ जुड़ने वाले हर एक प्रियजनों के लिए ലോകം മുഴുവൻ ആമേൻ ഹല്ലേലൂയ. ഭാരതം മുഴുവൻ നടക്കുന്ന എല്ലാ വിശുദ്ധ സഹായങ്ങളും വീടുകളിൽ നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനകളെ ഓർത്ത് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു കർത്താവേ. തിരുനാമത്തിന്റെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ. ആമേൻ ഹല്ലേലൂയ. ഓരോ ഭവനങ്ങളും കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനിടയാക്കണമേ. ആമേൻ. ഇന്ന് പകൽക്കാലം ദേശം മുഴുവൻ ഹാലേലൂയ നിന്റെ ജനമായി ഞങ്ങൾ അവിടെ ഇവിടങ്ങളിലായ ദൈവമേ നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളായിരിക്കുന്ന പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, ദേശങ്ങൾ ഹാലേലൂയ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടുവാൻ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. हालेलुया हालेलुया. ओ प्रेज़ द लॉर्ड, प्रेज़ द लॉर्ड. हालेलुया. आमीन. हालेलुया. आपकी हुजूरी में आते प्रभु आत्मा और सच्चाई में आराधना करने के लिए प्रभु तू हमें सहायता मदद कर. हालेलुया. ईदगाह का तेरी स्तुति महिमा कर, हमें सहायता कर. हालेलुया. तेरी महिमा के कारणों ने हमारे लिए नहीं प्रभु, हमारे लिए नहीं, तेरे नाम की तेरी सच्चाई के लिए तेरे नाम की ही महिमा तू प्रकट कर. हालेलुया. ഞങ്ങൾക്കല്ലേ ഹോവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ ദൈവം വിശ്വസ്ത നിമിത്തം അങ്ങയുടെ നാമത്തിൽ തന്നെ പകൽക്കാലം മഹത്വം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് സകലവും നിയന്ത്രിക്കണം. ജെरूसलेम अंदर पवित्र आत्मा ही सब कुछ नियंत्रण ले ले. आमीन. हालेलुया. वचन का द्वार को तेरी महिमा तू प्रकट कर. सारे आदर मान महिमा जलाल हम आपको देते हैं. यीशु के नाम से मांगकर सुनो, ग्रहण करो पिताजी. आमीन आमीन आमीन. आइए हम गीत गाकर हम प्रभु को महिमा करेंगे. हालेलुया. पाठिകൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Oh glory. Ah
हैं, तेरे जैसा कोई नहीं है, तू ही स्तुति के योग। तेरे उचूरी में हम घुटना टेकते, हम तेरी महिमा करते, हम तेरे नाम को हम ऊंचा करते हैं। निमात्र आराधने की कर्तावे, निमात्र स्तुति की योग। ഓ നിന്നെ പോലെ ആരുമില്ലപ്പ, നിന്നെ പോലെ ഇവിടെ ആരുമില്ലപ്പ. ഹല്ലേലൂയ. നീ മാത്രം ഇന്നും ഇന്നലെയും എന്തെന്നും മാറാത്തവനല്ലേ. അനാദികാലം മുതൽ ഹല്ലേലൂയ മാറ്റമില്ലാത്തവനല്ലേ. വാക്ക് പറഞ്ഞാൽ മാറാത്തവനല്ലേ. വാക്കുകൊണ്ട് സകലത്തെ ഉൽപ്പന്നമാക്കിയവനല്ലേ. ഇന്നും ജീവിക്കുന്നവനെ ഞങ്ങൾ അങ്ങേ ആരാധിച്ചു. Yes, hallelujah. Glory Varavarsham Dhare. Thank you, Jesus. सदा मैं स्तुति करूंगा, हालेलुया. सदा मैं सेवा करूंगा, हालेलुया. मुझे बचाया प्रभु ने, सदा मैं स्तुति करूंगा. जब मैं गुनाहों में
ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വായ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ഓ റിഖമാന ശംധന ദുഡാരഗാദികൾ പ്രൗഢരെ അടഗാന ഘടകം ശ്രീവൽ പ്രൗഢി ദുഡമാരഗതം ദീനദിനാജക നീതൽ പ്രൗഢക രാജക നന്ദല പ്രൗഢക രാജക ദൈവ പ്രൗഢി ഉടമേ ജഗതേ ഹന്തല പീഠം താരക നീതല പ്രൗഢക രാജ ദൈവം പ്രൗഢി ഉടവർ പ്രൗഢക രാജക ദൈവ പ്രൗഢി ജവരം ജവല പ്രൗഢക രാജ ദൈവം പ്രൗഢി ഉടാമാരക രാജക നീതല പ്രടകം താരക നീതല പ്രടകം ഉടമേ ജഗമേ ഹന്തേ പീഠേ രവലം ജവര വൃക്ഷം പ്രൗഢക രാജ ദൈവ പ്രൗഢം ദൈവര ഘടകം പ്രൗഢക നീതം ദൈവ പ്രൗഢം. आमेन, हालेलुया. ताली बजाते हुए हम प्रभु को धन्यवाद करें. ताली बजाते हुए मुंह खोलकर पूजा आवाज से प्रभु का महिमा करें. परमेश्वर की आराधना करते हैं. हालेलुया. किसी व्यक्ति की नहीं, किसी संस्था की नहीं. हालेलुया. किसी को प्रसन्न करने के लिए नहीं, परमेश्वर को प्रसन्न करने के लिए, परमेश्वर को प्रसन्न करने के लिए. उग्रमान शमना दिगना रत्रि जारगनीता गमत औडिग दीपक औडे नवरम धारिग राजम और इखा मारन धारिग रीबल औडे रगडे. Oh glory, hallelujah. Thank you Jesus, hallelujah. धन्यवाद 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 धन्यवाद.
നമ്മുടെ ശൈലം, നമ്മുടെ ശരണസ്ഥാനം. ഓ, അവൻ നമ്മുടെ കോട്ടയാണ്, അവൻ നമ്മുടെ സംരക്ഷണമാണ്. ഓ, നമുക്ക് സകലതും അവൻ തന്നെയാണ്, സർവവും അവൻ തന്നെയാണ്. Glory to Jesus. मेरा शरण स्थान तू ही है। हालेलुया, तू ही एकमात्र परमेश्वर, तू एकमात्र परमेश्वर। हालेलुया, थैंक यू जीसस। महाराजा की आदर के योग्य है प्रभु यीशु की स्तुति करूं मैं, यीशु महाराजा की आदर के योग्य है प्रभु यीशु ही। महिमा में प्रभु तू, तेरी हो प्रशंसा मान और सम्मान।
शक्तिमान परमेश्वर हालेलुया दूतों की स्तुतियों में बीच में विराजमान प्रभु आमीन हालेलुया इस्राएल की स्तुतियों में विराजमान प्रभु हालेलुया आज हमारा स्तुति के हालेलुया हम उसी को हम स्तुति करते हैं उसी को हम आराधना देते हैं हालेलुया आराधना का योग्य पदके वो मैं बना स्वर्ग में विराजमान प्रभु हालेलुया सारो हमारे शंभरा हमारे कदा हम धरा अपने मुंह खोले हरि खमा बाबा ईदा के जामाना झूठा राधा माना क्षमाना रगला हमका झूला एवरेस्ट हालेलुया थैंक यू जीसस प्रभु तेरी हम आराधना करते हैं प्रभु हम तेरी स्तुति करते हैं तेरे उछूरी में माए प्रभु तेरी महिमा तेरी ही महिमा तेरी ही महिमा हो तेरी ही महिमा हो सारे आदर के योग्य प्रभु सगल महत्व तेरे योग्य सगल महत्व तेरे योग्य हालेलुया ഏക സത്യദൈവം ഹല്ലേലൂയ വീണ്ടും വരാമെന്ന് വാഗ്ദത്തം തന്നവൻ സകല മാനവജാതിക്കും വേണ്ടി തന്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്നവനല്ലേ ഓ हालेलुया स्वर्गीय पिता हम तेरे उछूरी में माए प्रभु तेरे चरणों में माए प्रभु हालेलुया हम तेरी स्तुति करते हम तेरी आराधना करते हैं हालेलुया पवित्र आत्मा हम तेरी स्तुति करते स्वर्गीय पिता हम तेरी स्तुति करते हैं हालेलुया ये खबर सुंदर चुटमानेगा तेरा तेरा पहुड़ करी थैंक यू लॉर्ड हालेलुया धन्यवाद पिता परमेश्वर हम आपका धन्यवाद करते हैं सुंदर समय के लिए धन्यवाद आज सुबह के समय प्रभु विश्व भर में हमारा देश भर में हालेलुया जैसे घर घर में जो आराधना सभा हो रहा हर एक प्रियजनों के साथ मिलकर हमें भी परिवार के साथ हुजूरी में आराधना के साथ आचार सहायता किया था प्रभु हमारी आराधना सिर्फ हफ्ते के एक दिन नहीं प्रभु हमारी आराधना जिंदगी भर जीवन भर जब तक हमारे गले में श्वास है तब तक हम आराधना हमारे जीवन में आगे बढ़ने की सहायता की आज की आगे की हर एक सेवकाई के लिए धन्यवाद अब तक तूने चलाया धन्यवाद तेरी आत्मा हमारे अगुवाई ले वजन का द्वार तू तो हमसे बातें तेरा वजन भेज कर हमें चंगाई कर्तावे ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങൾ തന്നെ താഴ്ത്തുന്നു രാജ്യം മുഴുവൻ ലോകം മുഴുവൻ നടക്കുന്ന ഈ വീടുകളിൽ നടക്കുന്ന വിശുദ്ധ സഭായോഗം അത് ഏറ്റവും അനുഗ്രഹമായി ആ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് അടിയങ്ങൾക്കും കുടുംബമായി ഇതിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗം ഒരുക്കി തന്ന കൃപയ്ക്കാണ് സ്തോത്രം കർത്താവേ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെ ഞങ്ങളുടെ കരത്തിലേക്ക് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം പരിശുദ്ധാത്മാവ് സകലതും നിയന്ത്രിക്കണം ദൈവശക്തി നടുവേൽ പകരണം വചനത്തിന്റെ വാതിലുകളെ തുറക്കണം വചനമയച്ച് നിന്റെ ജനത്തെ നീ വിടുവിക്കണം കർത്താവേ ശബ്ദം ശ്രവിക്കുന്ന കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ഏവർക്കും ഒരു അനുഗ്രഹമായി മാറുവാൻ വിടുതലായി മാറുവാൻ ആശ്വാസമായി മാറുവാൻ ദിവ്യ സമാധാനം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് അരുളി ചെയ്ത നാഥന്റെ സമാധാനം സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം ഓരോ ജീവിതങ്ങളെ സ്പർശിപ്പാൻ സ്വർഗമിടയാക്കണം എല്ലാ നിരാശകളും ഇന്ന് മാറട്ടെ ആമേൻ ഹല്ലേലൂയ ആരാധനയെ ലക്ഷ്യമാക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ദുഷ്ട ശക്തികളെ പൈശാചിക മാനുഷിക ചിന്തകളെ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ശാസിച്ചതിനെ ബന്ധിക്കുന്നു രക്തം ചെയ്യപ്പെട്ടു പരിപൂർണമായി കരുതലേൽപ്പിക്കുന്നു परिपूर्ण रीति से आपके हाथों में सौंपना आगे की हर एक सेवा आपके हाथों यीशु मसीह के नाम से आमीन 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ परमेश्वर के अति पवित्र नाम की स्तुति हो आज सुबह के समय प्रभु की हुजूरी में परमेश्वर की कलाम को लेकर आने के लिए प्रभु ने हमको सहायता किया मैं प्रभु को धन्यवाद देता हूँ Praise the Lord, hallelujah. Praise the Lord, hallelujah. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കുമായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. आज सुबह के समय में परमेश्वर ने हमें दिए गए ये सुंदर अवसर के लिए मैं उसका धन्यवाद करता हूँ. आमीन. प्रभु हमारे साथ है. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. Praise the Lord.
ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ നമ്മുടെ അകത്തുണ്ട്. यहोवा हमारे साथ है, इसका मतलब इमानुएल हमारे अंदर है. आमीन हालेलुया. कितने लोग विश्वास करते हैं कि ये इम्मानुवेल मेरा अंदर है? എത്ര പേര് വിശ്വസിക്കുന്നു ഈ ഇമാനുവേൽ എൻ്റെ അകത്തുണ്ട്? ആമേൻ ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കണം. इमानुएल प्रभु हमारे साथ है, इसका मतलब इमानुएल हमारे साथ है. ये नाम कितने लोगों के अंदर है? ദൈവം നമ്മോട് കൂടെ, परमेश्वर हमारे साथ है, जो अर्थ दिया गया वो इम्मानुएल जो नाम, उनको पुकारना है. ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. इमानुएल नाम हमें बुलाना है. യേശുവിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണിത്. यीशु के बारे में कई सालों पहले भविष्यवक्ता के द्वारा प्रकट किए गए बातें हैं ये. ആമേൻ. ഇത് ലോകത്തിൽ ആർക്കും പിടികിട്ടാത്തൊരു സംഭവമാണിത്. ये दुनिया में किसी को भी पता ना चलने वाली एक बात है. ആമേൻ. നമ്മുടെയൊക്കെ പേര് നമ്മളെല്ലാം ജനിച്ച് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞ് വളരെ കൂടിയിരുന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ടൊക്കെയാണ് നമുക്ക് പേരുകളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ പേര് വിളിച്ചത്. कई दिन बैठकर चिंतन कर कर मनन कर कर सोचने के बाद हमें हमारे माता पिता ने हमें नाम दिया है. എന്നാൽ ഈ ലോകത്തിൽ ഒരേ ഒരു വ്യക്തിത്വം, लेकिन इस दुनिया में एक ही एक जन, ആമേൻ ഹല്ലേലൂയ, നൂറ്റാണ്ടുകൾക്ക് മുന്നമേ പേർ വിളിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന എൻ്റെ യേശു ക്രിസ്തുവാണ്. अगर इस दुनिया में अगर कोई है जो जिसका नाम कई सालों पहले ही दिया गया है, बताया गया है, तो वो मैं जिस परमेश्वर का नाम ऊंचा करता हूँ वो मेरा यीशु मसीह है. ആ കർത്താവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. वो परमेश्वर की हम आप और मैं आज आराधना कर रहे हैं. ഹല്ലേലൂയ. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. वही आराधना के योग्य है. അവൻ തന്നെ ഹല്ലേലൂയ അത്യുന്നതൻ. वही परम पिता है. ആമേൻ ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം, वो अति पवित्र परमेश्वर, പ്രധാൻ പരമേശ്വർ ഹേ. ഹല്ലേലൂയ. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. वो ऐसे ज्योति में रहता है जिसके नजीक हम, जिसके करीब हम नहीं जा सकते. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. उसमें अंधियारा बिल्कुल नहीं है. അവനിൽ വെളിച്ചം മാത്രമേ ഉള്ളൂ. उसमें सिर्फ और सिर्फ ज्योति है. അതുകൊണ്ടാണ് സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ഹല്ലേലൂയ അവൻ വെളിച്ചത്തെയും ഇരുട്ടിനെയും വേർതിരിച്ചത്. इसलिए सृष्टि के निर्माण के समय में ही उसने ज्योति और अंधेरे को अलग किया. ഇന്നും ദൈവം നമ്മിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇരുട്ടിനെയും വെളിച്ചത്തെയും വേർതിരിക്കുക എന്നുള്ളതാണ്. आज भी परमेश्वर हमारे में से भी यही करना चाहते हैं कि हमारे अंदर से ज्योति और अंधेरे को अलग करना चाहते हैं. ഹല്ലേലൂയ. ഇരുട്ട് കടന്നു വരുമ്പോഴാണ് പാപം ചെയ്യാനുള്ള പ്രേരണ മനുഷ്യന്റെ അകത്തുണ്ടാകുന്നത്. पाप जब हमारे अंदर जब अंधेरा आता है तभी हमें पाप करने की इच्छा होती है. ആമേൻ ഹല്ലേലൂയ. പാപം ചെയ്യുന്നവൻ ഇരുട്ടിൽ വസിക്കുന്നു. जो पाप करता है वो अंधेरे में रहता है. വെളിച്ചത്തിൽ വസിക്കുന്നവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. जो ज्योति में रहता है उसको वो पाप नहीं कर सकता. കാരണം ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ് അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. जो जिसकी सेवा मैं करता हूँ वो दुनिया का ज्योति है. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവനിൽ ഇരുട്ട് ഒട്ടും തന്നെ ഇല്ല. इसलिए यूहन्ना के सुसमाचार में यो लिखा गया है, യോഹന്നാ की पत्री में यो लिखा गया है कि उसमें अंधियारा बिल्कुल भी नहीं है. ആമേൻ ഹല്ലേലൂയ. ഇരുട്ടിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ആമേൻ ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഞാൻ സേവിക്കുന്ന എൻ്റെ യേശു ക്രിസ്തുവാണ്. अगर अंधियारा का एक भी कण अगर उसके अंदर नहीं है तो वो मेरा यीशु मसीह है. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. वो परमेश्वर हमें प्रेम वो करता है. प्रभु हमको प्रेम करता है. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വചനം പറയുന്നു, റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് സുപരിചിതമായ വാക്യം,
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. जो परमेश्वर के लिए बुलाए गए हैं उन सभी के लिए सब कुछ अच्छाई के लिए हो जाता है, भलाई के तौर पर बदल जाते हैं. ग्लोरी टू गॉड, हालेलुया. जो परमेश्वर से प्रेम रखते हैं, जिनको परमेश्वर ने चुनाया गया है, उनके जीवन में सब कुछ मिलकर भलाई के तौर पर बदल जाता है. ആമേൻ. നന്മയ്ക്കായി സകലതും കൂടി വ്യാപരിക്കുന്നു. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാനും നീയും നേരിടുന്ന ഏതൊരു വിഷയവും അത് ദൈവഹിതപ്രകാരം, ദൈവ നിയോഗപ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ, അതിൻ്റെ മുമ്പിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മിൽ ചെയ്തെടുക്കുവാനുണ്ട്. अगर हमारे जीवन में जो भी हो रहा है, अगर हम परमेश्वर के नियोग के अनुसार हो रहा है, तो जरूर परमेश्वर हमसे कुछ कार्य करना चाहता है. ആമേൻ, ഹല്ലേലൂയ. അത് നന്മയ്ക്കായി ദൈവം അത് കൂടി വ്യാപരിപ്പിക്കും. वो भलाई के लिए वो उत्पन्न करता है. ഇന്ന് ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ പുറകിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. आज जो दुनिया जो इस महामारी से जो पीड़ित है, उसके द्वारा परमेश्वर के एक बड़ा उद्देश्य है उसमें से. ആമേൻ, ഹല്ലേലൂയ. അത് നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കാൻ പോവുകയാണ്. वो भलाई के लिए वो परमेश्वर उत्पन्न कर रहा है. ആമേൻ, ഹല്ലേലൂയ. ഇത് നീ വിശ്വസിക്കണം. ये तो विश्वास करना. ഞാൻ ഈ പീഡ നേരിടുന്നത്, ഞാൻ ഈ ലോക്ക്ഡൗൺ നേരിടുന്നത്, ഞാൻ ഈ കൊറോണ മഹാമാരിയുടെ ആധിക്യത്തെ ഞാൻ നേരിടേണ്ടി വരുന്നത്, ഹല്ലേലൂയ, ഇത് പിന്നീട് അല്ലെങ്കിൽ അടുത്ത സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചില നന്മകൾ, ചില ഉണർവുകൾ, ചില പുത്തനൊരു അഭിഷേകം അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പോകുന്നു, നൽകുവാൻ പോകുന്നു എന്ന് നീ വ്യക്തമായും ദിട്ടമായും ആത്മാവിൽ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. हमें ये विश्वास करना है, हमें आत्मा में ये विश्वास करना है कि हम आज जो दिक्कत के द्वारा जा रहे हैं, गुजर रहे हैं, ये महामारी के द्वारा जो गुजर रहे हैं, लेकिन ये सब के द्वारा भी, इस सब के ऊपर भी परमेश्वर ये सब कुछ हमारे जीवन में एक भलाई का कारण बनाने जा रहा है. ദൈവം ഒന്നും ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. परमेश्वर हमारे लिए कुछ भी बुरा नहीं करेगा. വചനം പറയുന്നു, അവൻ പരീക്ഷയോടൊപ്പം നീക്കുപോക്കും തരുന്നു. वो वचन में यह लिखा है, वो परीक्षाओं के साथ भी उसका एक सॉल्यूशन भी वो हमारे जीवन में देता है. ആമേൻ. നീക്കുപോക്ക് തരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നത്. हम उस परमेश्वर की सेवा करते हैं जो हमें हर एक अवस्था में, हर एक परीक्षा के अंदर भी हमें एक दरवाजा खोल कर दिखाता है. ഇത് നിനക്ക് വിശ്വസിപ്പാൻ കഴിയുന്നുണ്ടോ? ये क्या तुम विश्वास कर पा रहे हो? ഇത് വിശ്വസിക്കണം. ये विश्वास करना है, കാരണം വിശ്വാസ ജീവിതം വിശ്വാസത്താലാണ്. क्योंकि विश्वास का जीवन विश्वास के ऊपर निर्भर है. അവൻ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല എന്നാണ് യെശയ്യാ പ്രവാചനത്തിൽ യെശയ്യാ വിളിച്ചു പറയുന്നത്. विश्वास के जीवन में जो विश्वास के साथ रहता है वो भागता नहीं है. ആമേൻ. അവൻ ഓടിപ്പോകയില്ല, वो भाग नहीं जाता है. ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധികളെയും ഒരു പ്രശ്നങ്ങളെയും നോക്കിക്കൊണ്ട് അവൻ ഓടിപ്പോകയില്ല. उसके जीवन में आने वाले कोई भी दिक्कत को देखकर, कोई भी तकलीफ को देखकर वो भागता नहीं है. ആമേൻ, ഹല്ലേലൂയ. കാരണം അവൻ വിശ്വസിക്കുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തികളെയോ സംഘടനകളെയോ പ്രസ്ഥാനങ്ങളെയോ ഏതെങ്കിലും മാറി മറിഞ്ഞും വരുന്ന നേതാക്കന്മാരെയോ ഗവൺമെന്റുകളെയോ അല്ല, മറിച്ച് അവൻ വിശ്വസിക്കുന്നത് അഖിലാണ്ടത്തെ ഉളവാലിലും സകലത്തെയും വാക്കുകൊണ്ട് നിർമ്മിച്ചുളവാക്കിയ ദൈവത്തെയാണ് അവൻ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. क्योंकि वो जिस पर विश्वास रखता है, वो यहाँ पे अखिलांड को, ये जगत को बनाने वाला हमारा परमेश्वर है. हालेलुया. हमारा विश्वास वही परमेश्वर पर है. Glory to God. Hallelujah. Thank you Jesus. Glory to God. Hallelujah. Amen. Hallelujah. വിശ്വാസം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വിശ്വാസം വർദ്ധിച്ചു വരണം. ये विश्वास हमारे प्रतिदिन के जीवन में हमारे अंदर बढ़ना चाहिए. ജീവിതത്തിന്റെ കൺമുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടാനും ഭാരപ്പെടാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വ്യവസ്ഥയില്ല. हमारे जीवन में हमारे जीवन के समीप आने वाले, हमारे जीवन के सामने आने वाले हर एक दिक्कत को देखकर हमें भयभीत होना नहीं है. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ രാജ്യത്തിലും
ഓരോ ആമേൻ ഹല്ലേലൂയ ആ രാജ്യത്തിന്റെ സുരക്ഷയെ ഹല്ലേലൂയ സംരക്ഷണം ചെയ്യുന്ന അതിന്റെ അതിർത്തിയെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സകല കാര്യങ്ങളും ആമേൻ ഹല്ലേലൂയ സംരക്ഷിക്കുന്ന ഒരു മിലിറ്ററി ഒരു ആർമി ആമേൻ ആമേൻ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. हर एक राज्य को उसके बॉर्डर को सुरक्षा देने वाला हर एक राज्य के पास अपना अपना मिलिट्री होता है, एक आर्मी होती है. ആമേൻ ഹല്ലേലൂയ എല്ലാ ദേശത്തിലും हर एक देश में ആമേൻ ഹല്ലേലൂയ ആർമി ഉണ്ട്, നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, അങ്ങനെ ആമേൻ ഹല്ലേലൂയ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. विभिन्न तरह के डिफेंस डिपार्टमेंट जैसे कि एयरफोर्स है, नेवी है, मिलिट्री है, आर्मी है, ऐसे विभिन्न तरह के डिफेंस डिपार्टमेंट उनके देश में है. എന്തിനാണ് ഈ പട്ടാളത്തെ അല്ലെങ്കിൽ ഈ ഫൗജിനെ ഇവിടെ നിയമിച്ചാക്കിയിരിക്കുന്നത്? क्यों इस सेना के दल को यहाँ पे रखा गया है? കാരണം ഈ രാജ്യത്തിനെതിരെ കടന്നു വരുന്ന ശത്രുക്കളെ കീഴടക്കുവാൻ, അതിനോട് നേരിട്ട് തന്റെ രാജ്യത്തെ സംരക്ഷിക്കുവാനാണ് ഹല്ലേലൂയ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഓരോ രാജ്യത്തിലും ചെയ്തിരിക്കുന്നത്. उस देश की सेना को इसलिए रखा गया है ताकि उसके सामने उस देश के खिलाफ आने वाले हर एक शत्रु को वो मार कर घुटने पे गिरा सके, इसलिए उस देश की सुरक्षा के लिए उस सेनाई दल को वहां पे रखा गया. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും നമ്മെയും ദൈവം അതേ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. നാം ഈ ലോകക്കാരല്ല, പക്ഷെ ദൈവം നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ശക്തികളെ, ആമേൻ ദുഷ്ടാത്മ സേനകളെ, ആമേൻ ഹല്ലേലൂയ പിശാചിന്റെ സകല തന്ത്രങ്ങളെയും നേരിടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സർവായുധവർഗം നൽകിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ ആ ഒരു ആമേൻ ആർമിയുടെ അല്ലെങ്കിൽ ആ ഒരു പട്ടാളത്തിന്റെ ചുട്ടയിലും अधिकारത്തിലുമാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. वो परमेश्वर ने हमें यहाँ पे इसीलिए नहीं रखा कि ताकि हम भयभीत हो जाए, लेकिन हमें डटकर परमेश्वर की शक्ति के साथ परमेश्वर में भरपूर होकर हमारे सामने आने वाली हर एक शैतानी शक्तियों का डटकर सामना करने के लिए हमें यहाँ पे रखा गया है. ആമേൻ ഒരു മിലിറ്റനും ആമേൻ ഒരു പട്ടാളക്കാരനും മുമ്പിൽ വരുന്ന ശത്രുക്കളെ കണ്ട് പുറംതിരിഞ്ഞ് ഓടാറില്ല. एक भी सेना का दल का एक भी सैनिक यहाँ पे उसके सामने आने वाली मुसीबत को देखकर वो पीछे नहीं हटता. ആമേൻ ഹല്ലേലൂയ അവൻ പുറകോട്ട് പോയാൽ മുമ്പിൽ വരുന്ന ശത്രു അവനെ കീഴടക്കി ഹല്ലേലൂയ അവനായിരിക്കുന്ന രാജ്യത്തിന്റെ ഹല്ലേലൂയ ഭാഗങ്ങളെ അത് പിടിച്ചടക്കി കൊണ്ടുപോകും. अगर वो सैनिक अगर पीछे हो गया तो उतना भाग जो वो सैनिक दल जो देख रहा है, वो सामने वाले मुसीबत जो दुश्मन उसके सामने आ रहा है वो कब्जा कर लेंगे. അതുകൊണ്ടാണ് ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ദാവീദ് തന്റെ 18ാം സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെ പാടുന്നു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, നിന്നാൽ ഞാൻ ഹല്ലേലൂയ സൈന്യത്തിന്റെ നേരെ ഞാൻ ഹല്ലേലൂയ ഞാൻ കേറി ചെല്ലും. ഹല്ലേലൂയ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. परमेश्वर का प्रिय भक्त दाऊद यो कहता है 18वें भजन संहिता में, परमेश्वर के द्वारा मैं पहाड़ों के उस पार कूदूंगा, मैं पहाड़ों के उस पार कूदूंगा, सामने आने वाले दुश्मनों के सामने मैं दौड़ कर जाऊंगा. ആമേൻ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെങ്കിൽ ഇതുപോലൊരു യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് നീ യുദ്ധത്തിന് തയ്യാറായി നിന്ന് യുദ്ധം ചെയ്യണം. अगर तेरे जीवन में आने वाले हर एक दिक्कत को तेरे को पार करना है, तुझे पार करना है, तो तुझे परमेश्वर में भरपूर होकर परमेश्वर में विश्वास रखकर तुझे आगे बढ़ना है. ആമേൻ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെങ്കിൽ അതിന്റെ മധ്യത്തിൽ പേടിച്ചരണ്ട് ഓടുകയല്ല വേണ്ടത്, അതിനെ ആത്മാവിൽ അതിനെ യുദ്ധത്താൽ ഹല്ലേലൂയ പ്രാർത്ഥനയാലും ആരാധനയാലും ഹല്ലേലൂയ അതിനെ നേരിടുകയത്രേ വേണ്ടത്. अगर तुझे उसको भलाई में उत्पन्न करवाना है तो उस मध्य में तुझे डर कर पीछे नहीं हटना है, लेकिन उसका डट कर सामना करके विश्वास के साथ तुझे आगे बढ़ना है. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ ഹബക്കൂക്ക് ഇങ്ങനെ പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. इसलिए हबक्कूक क्यों कहता है, जो विश्वास योग्य रहता है वो विश्वास के साथ, जो धर्मी विश्वास योग्य रहेगा और विश्वास के साथ जीवन बीतेगा. हालेलुया. നീതിമാൻ എന്റെ നീതിമാൻ ദൈവം പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. परमेश्वर यो कहता है, मेरा धर्मी विश्वास के साथ रहेगा. വിശ്വാസി വിശ്വാസത്താൽ ജീവിക്കണം.
एक विश्वासी को विश्वास के साथ जीना चाहिए। എനിക്ക് എന്തെങ്കിലും ലഭിക്കും എന്നുള്ള ഹല്ലേലൂയ ആമേൻ തെറ്റായ ചിന്തകളെ കൊണ്ടല്ല ഒരു ക്രിസ്തീയ ജീവിതം ഒരു യഥാർത്ഥ വിശ്വാസി നയിക്കേണ്ടത്। मुझे कुछ मिलेगा करके ये सोचकर हमें नहीं जीना है एक विश्वासी को। ആമേൻ ഹല്ലേലൂയ അങ്ങനെ വിശ്വസിച്ച് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് ജീവിക്കുന്ന വിശ്വാസി ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടറി വീഴും പതറി വീഴും അവൻ നിലംപരിചായി പോകും വിടുവിപ്പാൻ ആരും കാണുകയില്ല। ऐसे सोचकर जो विश्वासी आगे चलता है उसके जीवन में जब एक दिक्कत आती है जब एक तकलीफ आती है तो वो वहीं पे गिर जाता है। ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ। അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് ഹല്ലേലൂയ ഹബക്കൂക്ക് ഒരു പ്രാർത്ഥനാ വീരനാണെന്ന് നമുക്ക് അവിടെ വായിക്കും। ചെറിയ ഒരു പുസ്തകമാണെങ്കിലും ഹബക്കൂക്ക് ഒരു പ്രാർത്ഥനാ വീരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്। जब हम हबक्कुक की पुस्तक जब हम पढ़ते हैं तब हमें पता चलता है कि हबक्कुक एक प्रार्थना वीर था। വലിയ ഒരു പ്രവാചകനൊന്നും അല്ലായിരുന്നു, एक बड़ा भविष्यवक्ता नहीं था, എങ്കിലും ദൈവം കൊടുത്ത ആലോചന അങ്ങനെ തന്നെ പറയുന്നവനുമായിരുന്നു। जो परमेश्वर ने जो वचन दिया है वो ऐसे कैसे ही बताता था। അവൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവനായിരുന്നു। वो परमेश्वर की उपस्थिति में घुटने टेक कर प्रार्थना करने वाला था। രണ്ടാം അധ്യായം അതിന്റെ 1-ാം വാക്യം 1-2 വാക്യം വായിച്ചാട്ട്। हबक्कुक की पत्री दूसरी अध्याय उसका पहला और दूसरा वचन। ഞാൻ ഗോത്രത്തിൽ നിന്നും കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുളി ചെയ്യുമെന്നും അവൻ എന്ത് എന്നോട് അരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ അവനോട് എന്ത് ഉത്തരം പറയേണ്ടു എന്നതിനും എന്ന് കാണേണ്ടതിനും ദൃഷ്ടി വെക്കും। യഹോവ എന്നോട് ഉത്തരം അരുളിയത് ഈ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക। ആമേൻ। നീ ദർശനം എഴുതുക കണ്ടോ, കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ, പ്രാർത്ഥന നിരതനായിരിക്കുന്ന ഒരു ഭക്തന് സ്വർഗം തുറന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്। जो यहाँ पे सुरक्षा के लिए जो बैठा गया है उसको परमेश्वर कुछ बातें दर्शन के द्वारा बता रहा है। आमीन हालेलुया। हिंदी में पढ़िए। मैं अपने पहरे पर खड़ा रहूंगा और घूमट पर चढ़कर ठहरा रहूंगा और ताकता रहूंगा कि मुझसे वह क्या कहेगा। ദൈവം എന്നോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ, परमेश्वर मुझसे क्या कहना चाहता है ऐसी इच्छा रखने वाला एक भक्त। എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ ഇഷ്ടം അല്ല നമ്മുടെ ഇഷ്ടത്തെ ദൈവികമാക്കി എടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയാണ്। लेकिन आज के काल में जब हम देखने जाते हैं तो मेरी इच्छा को परमेश्वर की इच्छा बनाकर हम आगे बढ़ने वाले लोग दिखते हैं। എന്നാൽ ദൈവത്തിന് അത് ഇഷ്ടമല്ല। लेकिन परमेश्वर को वो पसंद नहीं। അങ്ങനെ ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും പട്ടുപോകുന്നത്। ऐसे करने वाले लोग ही फंस जाते हैं। അവൻ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പതറിപ്പോകുന്നു। जब तकलीफ आती है तो वो गिर जाते हैं। ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തനോട് ദൈവം സംസാരിപ്പാനിടയായി തീരും। परमेश्वर की इच्छा की बात जोते हुए इस दुनियादारी बातों को नजरअंदाज करते हुए जो आगे बढ़ता है वही परमेश्वर में बना रहता है। हालेलुया, ग्लोरी टू गॉड, हालेलुया। മറുരൂപ മലയിൽ യേശു ക്രിസ്തു ഹല്ലേലൂയ അവിടെ രൂപാന്തരപ്പെടുന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം। जो पहाड़ के ऊपर जब यीशु जब रूपांतर के पर्वत पे जब यीशु मसीह जब रूपांतरित हो रहे थे तब वो हमें पता है। आमीन हालेलुया। चेले लोग पतरस यूहन्ना याकूब सब साथ में थे। ആമേൻ ഹല്ലേലൂയ। പത്രോസ് യാക്കോബ് യോഹന്നാൻ അവർ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു। पतरस याकूब और यूहन्ना सब उनके साथ थे। ആമേൻ ഹല്ലേലൂയ। യേശുവിന് രൂപാന്തരം വന്നു। यीशु रूपांतरित हुआ। യേശുവിനോട് മോശയും ഏലിയാവും സംസാരിപ്പാൻ തുടങ്ങി। यीशु के साथ मूसा और ये एली उनके साथ बात करने लगे। സ്വർഗ്ഗം തുറന്നു। स्वर्ग खुल गया। സ്വർഗ്ഗത്തിൽ നിന്ന് വലിയൊരു ശബ്ദം അവിടെ ഉണ്ടായി। स्वर्ग में से एक बड़ी आवाज निकली। എന്താ ശബ്ദമുണ്ട്? ഇവന് ചെവി കൊടുപ്പീൻ। क्या आवाज आया? इसको कान लगाओ। ആമേൻ ഹല്ലേലൂയ। പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവരോട് ദൈവം ഇടപെടാൻ തുടങ്ങും।
जो प्रार्थना के लिए जो समय बिताता है उससे परमेश्वर बात करना शुरू करता है। ആമേൻ ഹല്ലേലൂയ. ഇവിടെ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് ദൈവം എന്നോട് എന്താണ് അരുളി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ. यहाँ पे पार्ट ये कि वहाँ पे जो सुरक्षा के लिए जो बैठा गया है, जो इच्छा रख रहा है कि मुझसे परमेश्वर क्या बात करना चाहता है। പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കിയിരിക്കുന്നവരോട് സംസാരിക്കുന്ന ഒരു ദൈവം. जो प्रार्थना के लिए घुटना टेक कर जो बैठता है उससे बात करने वाला परमेश्वर। ഇവൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ये क्यों प्रार्थना कर रहा है? ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. परमेश्वर की इच्छा जानने के लिए प्रार्थना। ദൈവം എന്താണ് എന്നോട് അരുളി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു ഭക്തൻ. परमेश्वर मुझसे क्या करवाना चाहता है, मेरी ओर से उनकी इच्छा मुझ पर क्या है, वो उसकी बात जोते रहने वाला एक भक्त। ഇന്നത്തെ ഭക്തന്മാർ ഭൂരിഭാഗവും സ്വന്തം ഇഷ്ടം ദൈവത്തിൽ അടിച്ചേൽപ്പിക്കുന്നവരാണ്. आजकल के भक्त उनकी खुद की इच्छा परमेश्वर की इच्छा को बनाकर आगे बढ़ने वाले लोग हैं। ആമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ഭക്തൻ അങ്ങനെയല്ല, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. लेकिन परमेश्वर का भक्त ऐसा नहीं है। परमेश्वर का भक्त परमेश्वर की इच्छा के अनुसार ബൈബിളിൽ जीने वाला അതുപോലെ है। തന്നെ മറ്റൊരു വ്യക്തിയുണ്ട്, അവന്റെ പേരാണ് ദാവീദ്. पर बाइबल में एक व्यक्ति है जिसका नाम दाऊद है। ദാവീദ് ഓരോ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പും ദൈവത്തോട് ആലോചന ചോദിക്കും. दाऊद जब भी कोई युद्ध के लिए आगे जाता है तो उससे पहले परमेश्वर से उसकी इच्छा को पूछता है। അവൻ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം ഇന്നത് അവനോട് പറയുന്നത് അനുസരിച്ച് അവൻ ചുവടുകൾ വെക്കും. जब दाऊद युद्ध में जाने से पहले जब परमेश्वर की इच्छा को पूछता है तो परमेश्वर जो बातें उससे कहता है उसके अलावा वो कुछ और नहीं करता है। ദാവീദിന് സ്വന്തം നിലയിൽ യുദ്ധം ചെയ്യാനുള്ള സകല സാഹചര്യങ്ങളും അനുകൂലമാണ്. दाऊद को अपने हिसाब से युद्ध करने के लिए सब कुछ उसके पास है। उसके पास അവൻ രാജാവാണ്, वो राजा है, അവന് സിംഹാസനത്തിൽ ഇരിക്കുന്നു, वो सिंहासन पर बैठा है, അവനടുത്ത് അധികാരമുണ്ട്, उसके पास अधिकार है, അവന്റെ സൈന്യങ്ങളുണ്ട്, उसके पास सेना है, അവന്റെ അടുത്ത് ആയുധങ്ങളുണ്ട്, उसके पास हथियार है, അവനൊരു വാക്ക് പറഞ്ഞാൽ ചെയ്യാൻ നിൽക്കുന്ന അനേകായിരം ആളുകളുണ്ട്. वो उसके एक वचन पर करने वाले लोग कई सारे हैं। ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഇത്രയൊക്കെ സംവിധാനമുള്ള ഇത്രയൊക്കെ അനുകൂല സാഹചര്യങ്ങളുള്ള ഒരു ദാവീദ് ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുന്ന് അവൻ ദൈവത്തോട് യഹോവയോട് ആലോചന ചോദിക്കും. ഞാൻ ഈ ശത്രുവിനെ എങ്ങനെ നേരിടണമോ വേണ്ടയോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കും. जब इतने सारे अधिकार, जब इतने सारे हथियार, जब इतने सारे लोग होने के बावजूद भी एक युद्ध में जाने से पहले दाऊद परमेश्वर की इच्छा पूछता है कि क्या मैं इसकी युद्ध में जाऊं या फिर ये युद्ध को कैसे लड़ा जाए। ഇനി യുദ്ധത്തിന് പോകാൻ കർത്താവ് പറഞ്ഞാലും അവൻ ചോദിക്കുന്നത് അടുത്ത ചോദ്യം ഞാൻ എങ്ങനെയാണ് ഇവനെ നേരിടേണ്ടതെന്നാണ്. अब युद्ध के लिए जाने के लिए अगर हाँ बोल दिया परमेश्वर ने, तो दाऊद का अगला प्रश्न ये होता है कि ये युद्ध को मैं कैसे लड़ूं। ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ, ആമേൻ ബുദ്ധിമുട്ടുകളെ, രോഗങ്ങളെ, ആമേൻ ഏതൊരു വിഷയത്തെയും നാം നേരിടുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? हम किस परिस्थिति में, हम किस बात पर, किस अधिकार से हम उस बीमारी को, हमारे जीवन में आने वाले उस तकलीफ को, उस बीमारी को हम किस अधिकार के साथ अगर हम उसके सामना करते हैं। ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ സദൃശവാക്യങ്ങൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ ഹല്ലേലൂയ, മനുഷ്യന്റെ വഴികളൊക്കെയും ചൊവ്വുള്ളതാകുന്നു, എന്നാൽ അതിന്റെ അവസാനമോ നാശമത്രേ. परमेश्वर के वचन में यह लिखा है कि आप मनुष्य का रास्ता ठीक तो है लेकिन उसका जो परिणाम है वो नाश है। ആമേൻ ഹല്ലേലൂയ. മനുഷ്യൻ സ്വയം തിരഞ്ഞെടുക്കുന്ന വഴികളൊക്കെ തൽക്കാലത്തേക്ക് നല്ലതെന്ന് തോന്നും. मनुष्य जो रास्ता चुनता है वो तात्कालिक के लिए वो अच्छा है ऐसा लगता है, ആമേൻ ഹല്ലേലൂയ. എന്നാൽ അതിന്റെ അവസാനം നാശമത്രേ. लेकिन उसका परिणाम नाश है। ആമേൻ ഹല്ലേലൂയ. ആ നാശമാണ് ഇന്ന് ലോകം മുഴുവൻ നമ്മളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. वो नाश को हम आज के दिन में, आज के काल में पूरी दुनिया ഇത് ഏതോ ഒരു മനുഷ്യന്റെ ഒരു രാജ്യത്തിന്റെ ഒരു ഗവൺമെന്റിന്റെ തലയിൽ ഉദിച്ച ബുദ്ധികേടിനെ ഹല്ലേലൂയ അവർ സ്വന്തം
ബുദ്ധിക്കനുസരിച്ച് അതിനെ പ്രവർത്തിച്ചു. ഇന്ന് ലോകം മുഴുവൻ ഹല്ലേലൂയ അതിന്റെ പരിണിത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ये किसी एक देश में किसी एक गवर्नमेंट के दिमाग में ये बुद्धि आ गई जो अपने मानसिक बुद्धि के द्वारा उसने ये उत्पन्न किया और आज ये उसका दंड पूरी दुनिया झेल रहा है. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആലോചനയോ അത് എന്നേക്കും നിലനിൽക്കും. लेकिन परमेश्वर का जो वचन है वो हमेशा दृढ़ रहता है. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഓരോ ദൈവ പൈതലും നിലനിൽക്കണം. इसलिए हमें परमेश्वर की इच्छा के लिए हमें खड़ा रहना है. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ, यहाँ पे जो पार्टी है कि वहाँ पे सुरक्षा के लिए बैठा हुआ एक भक्त, പ്രാർത്ഥന के लिए बैठा हुआ एक भक्त. आमीन, आमीन. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, അവൻ എന്നോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആകാംക്ഷയോടെ ഹബക്കൂക്ക് പ്രാർത്ഥന നിരതനായി കാത്തിരിക്കുകയാണ്. वो परमेश्वर के लिए वो परमेश्वर की बात जो कर बैठा है कि परमेश्वर की इच्छा मेरे लिए क्या है, वो मुझसे क्या करवाना चाहता है, ऐसा बैठा हुआ एक हबक्कुक है. അടുത്ത വാക്യത്തിൽ നമ്മൾക്ക് ദൈവം അവനോട് സംസാരിക്കുന്നു. अगले वचन में परमेश्वर उससे बात कर रहा है. ആമേൻ. അതിന്റെ രണ്ടാം വാക്യം വായിച്ചാട്ട്. ഹബക്കൂക്ക് 2:2. यहोवा ने मुझसे कहा, हाँ. दर्शन की बातें लिख दे, वरन पाटियों पर साफ साफ लिख दे, हाँ. कि दौड़ते हुए भी वे सहज से पढ़ी जाए. ആമേൻ. ഹല്ലേലൂയ. ദൈവം അവനോട് സംസാരിക്കുന്നു. परमेश्वर से बात कर रहा है. ആമേൻ. ഹല്ലേലൂയ. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. दर्शन के लिए एक समय रखा गया है. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. दर्शन के लिए एक समय रखा गया അത് है. സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. वो संपूर्ण होने के लिए आगे बढ़ रहा ആമേൻ. है. ഹല്ലേലൂയ. അത് ദൈവത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. वो परमेश्वर के यहोवा के द्वारा वो आगे बढ़ रहा है. അത് നീ എഴുതണം. वो तू लिख, ആ ദർശനം നീ എഴുതണം. वो दर्शन को तू लिख. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആലോചനകളെ നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ നീ അത് വരച്ചു വെക്കണം. तेरे लिए परमेश्वर ने जो इच्छा बताई है, जो वादे बताए हैं, जो वचन बताया है, वो तुझे तेरे दिल के पाटियों में लिख कर रखना है. ആമേനാൽ തെളിവായി എഴുതണം. वो सबूत के साथ उसे लिखना है. അത് നീ എഴുതി നിനക്ക് തന്നെ വായിക്കത്തക്കവണ്ണം നീ അത് എഴുതണം. वो ऐसा लिखना है कि ताकि तू आगे जाकर भी आगे बढ़ते हुए भी तू उसको पढ़ सके. അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നത് വരെ നീ ഇത് വായിച്ചുകൊണ്ടിരിക്കണം. उसके संपूर्ण होने तक तब तक तुझे ये पढ़ते रहना है. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണത്. ये तेरे लिए परमेश्वर का वचन है. ആമേൻ. അത് നിനക്ക് വേണ്ടിയുള്ളതാണ്. वो तेरे लिए है. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, हमें देखने वाले मेरे प्रिय भाई और നീ बहनों, പ്രാർത്ഥിക്കുന്നവനാണോ പ്രാർത്ഥിക്കുന്നവളാണോ? तो प्रार्थना करने वाले हैं कि नहीं? എന്നാൽ ദൈവത്തിന്റെ ദർശനം നിനക്ക് വേണ്ടിയുണ്ട്. तो अगर प्रार्थना करने वाला है या फिर वाली है, तो फिर तेरे लिए परमेश्वर का एक ആ दर्शन है. ദർശനം നീ എഴുതണം. वो दर्शन को तुझे लिखना है. ആ ദർശനം നിന്റെ ഹൃദയത്തിൽ നീ തെളിവായി വരയ്ക്കണം. वो दर्शन को तेरे दिल के अंदर, तेरे हृदय में वो अच्छे से लिखना അത് നീ है. വിശ്വാസത്താൽ നീ വരച്ചു വെക്കണം. वो विश्वास के साथ तुझे उसे लिख कर रखना है. എന്താണ് വിശ്വാസത്താൽ വരയ്ക്കേണ്ടത്? क्या विश्वास के साथ लिखना है? നിന്റെ മുമ്പിൽ കടന്നു വരുന്ന സകല പ്രതിസന്ധികളെയും മറികടന്ന് എന്റെ നാഥൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിൽ ഞാൻ പ്രവേശിക്കുമെന്നുള്ള ആ വ്യക്തമായ വെളിപ്പാട് നിന്റെ ഹൃദയത്തിനകത്ത് നീ തെളിവായി വരച്ച് അതിനുവേണ്ടി നീ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കണം. क्या लिखना है तेरे दिल के पाटिये में? इतना ऐसा ये लिखना है कि तेरे सामने आने वाले, तेरे जीवन के सामने आने वाले हर एक तकलीफ को, हर एक मुसीबत को तू टाल कर उसे दृढ़ता के साथ आगे बढ़कर परमेश्वर ने हमारे लिए जो अनंत जीवन रखा है उसकी ओर तू पहुंचेगा. ആ രാജ്യത്തിൽ ചെല്ലണ്ടേ? वो राज्य में हमें पहुंचना ആ है. രാജ്യത്തിൽ പോകണോ പോകണ്ടയോ? वो राज्य में जाना है या नहीं? ആമേൻ. ഹല്ലേലൂയ. ഇവിടെ കടന്ന് മുട്ടിട്ടടിച്ചുകൊണ്ടിരുന്നാ മതിയോ? यहाँ पे बैठकर मारपीट नहीं करना है. ആമേൻ. ഹല്ലേലൂയ. ഇപ്പൊ കൊറോണ കഴിയുമ്പോൾ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ये कोरोना खत्म हो जाएगा तो नई नई बातें आएगी. ആമേൻ. ഇതുവരെ ഇല്ലാത്ത ബിസിനസ്സുകളാണ് ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. अभी तक जो बिजनेस नहीं हो रहा था वो इन 2 महीनों में हो रहा है. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മാസ്കുകളുടെ ബിസിനസ് നടക്കുന്നു. अभी तो मास्क की बिजनेस चल रहा है. ആമേൻ. ഗ്ലൗസിന്റെ ബിസിനസ് നടക്കുന്നു. ग्लव्स का बिजनेस चल रहा है. ആമേൻ. ഹല്ലേലൂയ. മറ്റ് ഹല്ലേലൂയ ഷീൽഡ് ഉണ്ടാക്കി വിൽക്കുന്നു. वो फेस शील्ड बनाकर बेच रहे ഇതൊന്നും हैं. ഇതുവരെ ഇല്ലാതിരുന്ന ബിസിനസ്സുകളൊക്കെ ഇപ്പൊ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. अभी तक जो बिजनेस नहीं था, नहीं चल रहा था, वो अभी बढ़ रहा है. കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ ഇതും ഫെയിൽ ആകും. कुछ सालों के बाद, कुछ समय के पश्चात ये भी फेल हो जाएगा. അപ്പൊ അടുത്ത പരിപാടി വരും. दूसरा काम आएगा. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ये बदलता रहेगा. പക്ഷെ നിന്നിൽ
ദൈവത്താൽ ഒരു മാറ്റം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? लेकिन परमेश्वर के द्वारा तेरे जीवन में एक बदलावट आ रही है क्या? ആമേൻ ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു വെളിപ്പാട് നിന്റെ ഹൃദയത്തിൽ ദിനംപ്രതി ഉത്ഭവിക്കുന്നുണ്ടോ? अनंतता के लिए तेरे अंदर एक दर्शन आ रहा है क्या? ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ വരും കാലങ്ങളിൽ ആമേൻ കർത്താവിന്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം എന്ന് പറയുന്നത് വേദനാജനകമായ മഹാപീഡയുടെ കാലമാണ്. परमेश्वर के द्वारा हम सब के उठा लिए जाने के बाद जो अवस्था है यहाँ पे वो भयभीत करने वाली वो दर्दनाक മഹാപീഡ की समय है. ഹല്ലേലൂയ. മഹാ ഉപദ്രവത്തിന്റെ കാലം ഹല്ലേലൂയ കർത്താവിന്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടാൽ അടുത്ത നിമിഷം ഇവിടെ ആരംഭിക്കും. अगर परमेश्वर की कलीसिया यहाँ से उठा लिया गया, परमेश्वर के लोग यहाँ से उठा लिए गए, तो उसके बाद की जो अवस्था है वो महापीड़ा महादर्द के साथ होने वाली अवस्थाएं है. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, इसलिए हमें सुनने वाले हमारे प्रिय भाई और बहनों, ആ മഹാപീഡ വരുന്നതിന് മുന്ന് वो महापीड़ा आने से पहले അത് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. वो कोई भी पकड़ नहीं सकते, ऐसी एक अवस्था है. ആമേൻ ഹല്ലേലൂയ. ഇപ്പോൾ വെളിച്ചമുണ്ട്, अभी ज्योति है, ഇപ്പൊ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. अभी पवित्र आत्मा यहाँ पे काम कर रहा है. അവൻ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. अभी है अच्छा समय, ആമേനാൽ ഇന്നാകുന്നു രക്ഷാ ദിവസം. आज है रक्षा का दिन. നിനക്ക് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരുവൻ യാഗമായി തീർന്നു. या तेरे लिए कालवरी पर एक जन यज्ञ हो गया, ആമേനാലിൽ ബലിദാൻ हुआ. बलि चढ़ गया. ആമേനാലിയ ആ ബലി ആമേൻ ആ യാഗമായി തീർന്നവൻ അവസാന തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ഊറ്റി തന്നു. जो बलि चढ़ा है वो तेरे लिए आखिरी बूंद लहू तक उसने बहा दिया. ആമേൻ നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം സകല മാനവ ജാതിക്കും വേണ്ടി ഊറ്റി തന്നു. हर एक मनुष्य जाति के लिए उसने अपने आखिरी बूंद लहू तक उसने बहा दिया. ആമേൻ ആരൊക്കെ ഇത് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവോ, जो इसको विश्वास कर जो इसको अंगीकार करता है, അവൻ ആ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ വീണ്ടും വരും. അവൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലിനെയും, അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന ഏതൊരു ദൈവ പൈതലിനെയും തന്റെ കാന്തയെ തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ കർത്താവ് വാനമേഘത്തിൽ വരുവാൻ സമയമായി. परमेश्वर जो तीसरे दिन जी उठा, वो स्वर्ग में चला गया. उसके बाद भी उसने वादा किया है कि वो दूसरी बार वापस आने वाला है. वो वादे को निभाने वाला परमेश्वर है. क्या हम उसके साथ आज के दिन में होंगे? क्या जब उठा लिए जाएंगे क्या हम उसके साथ होंगे? ആമേൻ ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണം. ये हमें विश्वास करना ഈ है. വിശ്വാസത്തിൽ നീ വർദ്ധിച്ചു വരണം. ये विश्वास से हमें आगे ഈ बढ़ना है. വിശ്വാസത്തെ നീ പുതുക്കണം. ये विश्वास को हमें और नया ഈ बनाना है. ദർശനത്തെ നീ പുതുക്കണം. ये दर्शन को और हमें नया ഈ बनाना है. ദർശനത്തെ നീ ആലയിൽ നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ നീ എഴുതി വെക്കണം. ये दर्शन को तेरे दिल के पाटी के ऊपर लिख कर ഈ रखना है. ലോകത്തിൽ ഇനിയും ഇനിയും പല പല സംഭവങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. इस जगत में और भी कई सारे बड़ी बड़ी चीजें होने वाली है. ആമേൻ ഹല്ലേലൂയ. ഭയങ്കരമായ ക്ഷാമം ലോകരാജ്യങ്ങൾ നേരിടാൻ പോവുകയാണ്. महामारी से भी बढ़कर भी कई सारी दिक्कत, कई सारी तकलीफ ये दुनिया भर में, जगत भर में, देश कई सारी पीड़ाओं से बढ़ने वाली है. हालेलुया. सारे जगत में, हर एक देश में हालेलुया बहुत बड़ी अकाल की पीड़ा आने वाला है. चूडार हमधना जडाल प्रौढ़िकार घटक वीरबल शंधरे. हालेलुया. ഭയങ്കരമായ ക്ഷാമം സംഭവിക്കാൻ പോകുന്നു. बड़ी अकाल यहाँ पे होने वाली है. അനേകരുടെ हालेलुया ഭയങ്കരന്മാരുടെ ചീറ്റൽ. यहाँ पे जो बड़े बड़े लोग जो यहाँ पे खड़े हैं, आज खड़े हैं यहाँ पे, उन लोगों का नाश വരുന്ന ദിവസങ്ങളിൽ, വരുന്ന സമയങ്ങളിൽ, आने वाले दिनों में അനേക ഉന്നതന്മാരായിട്ടുള്ള ബിസിനസ്സുകാർ തകർന്നടിയാൻ പോവുകയാണ്. बड़े बड़े जो बिजनेस वाले हैं, बिजनेस करने वाले हैं, वो लोग का बिजनेस पूरी तरह से बर्बाद होने वाला, नस्तनाबूद होने वाला है. आमेन, पूरी तरह से नष्ट होने वाला है. हालेलूया. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടാൻ പോവുകയാണ്. लाखों लोगों का जो जीने का जो सहारा है वो नष्ट होने वाला है. ആമേൻ. ഞാൻ ആത്മാവിലാണ് ഈ കാര്യം പറയുന്നത്. मैं आत्मा में आपसे बात कर रहा हूं.
ഇന്ന് ഹല്ലേലൂയ ഈ കൊറോണ മഹാമാരിയെ ഒരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്ന ചില മാന്യന്മാരുണ്ട്. ये कोरोना को बिजनेस के तौर पे बदलावट करने वाले कई सारे लोग हैं. ദൈവം അവരുടെ ചെള്ളക്കടിക്കാൻ പോവുകയാണ്. परमेश्वर उनके गाल पे लगाने वाला है. ആനവാനാലിലും അടുത്ത ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അവർക്കെതിരെ പ്രവർത്തിക്കാൻ പോവുകയാണ്. ये जो कोरोना महामारी को साधारण रीति से लेकर इसको जो एक बिजनेस में इसको एक धंधे में जो परिपूर्ण कर रहा है उसके गाल पर लगाकर आने वाले दिनों में उसके साथ कुछ होने. ദൈവത്തിന്റെ വചനം ഇങ്ങനെ കർത്താവ് പറയുന്നു, परमेश्वर का वचन क्यों कहता है, ഞാൻ ദരിദ്രനെ എന്നേക്കും മറന്നു കളയുകയില്ല. मैं दरिद्र को हमेशा के लिए भूल नहीं जाता. ദരിദ്രനെ മറക്കാത്തൊരു ദൈവത്തെയാണ് ഞാനും നീയും ആരാധിക്കുന്നത്. मैं और तू उस परमेश्वर की आराधना करते हैं जो दरिद्र को भूलता नहीं. ഹല്ലേലൂയ ഹല്ലേലൂയ. ദരിദ്രന്മാരുടെ അവർക്കുള്ളതിനെ പോലും ചൂഷണം ചെയ്യുന്നവന്റെ ചെള്ളക്കടിക്കാൻ എന്റെ ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. जिसका जो हक का है उसको भी छीनने वाले लोगों को गाल पे लगाने वाले परमेश्वर की आराधना करते हैं. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. जो विश्वास करता है वो परमेश्वर की आराधना करता है. ഹല്ലേലൂയ. വിശ്വാസത്തോടെ विश्वास के साथ ആമേൻ ഹല്ലേലൂയ. അനേക ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ പറയും, നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന കരുവേലകങ്ങളെ കുറിച്ച് ലജ്ജിക്കും. तुमने जिस पर आश्रय रखा है, तुमने जिस मनुष्य पर जिस लोगों पर जिस बांझ वृक्ष पर तुमने आश्रय रखा है उस बांझ वृक्ष के प्रति तुम लज्जित हो जाओगे. നിങ്ങൾ ആശ്രയം വെച്ച് യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കരുവേലകങ്ങളെ കുറിച്ച് നിങ്ങൾ ലജ്ജിക്കും. तुम यशायाह के पहले पुस्तक में यह लिखा है, तूने जो बांझ वृक्ष पर आश्रय रखा है तुम उसके लिए लज्जित होगा. ആമേൻ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, मुझे सुनने वाले मेरे प्रिय भाइयों और बहनों, നമ്മുടെ ഓരോരുത്തരുടെയും ആശ്രയം എവിടെയാണ്? हम सभी का हम एक एक का आश्रय किस पर है? നമ്മുടെ ആശ്രയം എവിടെയാണ്? हमारा आश्रय किस पर है? നീ ആരിലാണ് ആശ്രയിക്കുന്നത്? तो किस पर आश्रय कर रहा है? ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നിന്റെ ആശ്രയം എവിടെയാണ്? तेरे जीवन में आने वाले तकलीफों का जब तुझे डटकर सामना करना है तब तेरा आश्रय कहाँ ആമേൻ है? ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം വെപ്പീൻ. परमेश्वर पर आश्रय रख. കർത്താവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:1-2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. यूहन्ना के पत्री में यह लिखा यूहन्ना है, की सुसमाचार उसकी 14 अध्याय की पहले और दूसरी कलाम में लिखा है, तुम्हारा मन व्याकुल न हो. हालेलुया. ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നമ്മുടെ രക്ഷകനായ കർത്താവ് തന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെ ബലപ്പെടുത്തിക്കൊണ്ട് ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, तुम्हारा मन व्याकुल ना हो, परमेश्वर पर विश्वास रखो और मुझ पर भी विश्वास रखो. ये वचन परमेश्वर अपने शिष्यों को दृढ़ करने के लिए बताता है. ആമേൻ ഹല്ലേലൂയ. പ്രഭു യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, जब परमेश्वर यीशु मसीह जब यहाँ पे पृथ्वी लोक में था, जब जगत में था, तब अपने साथ रहने वाले उसके शिष्यों को दृढ़ करने के लिए बताया गया ये वचन. ഇന്നും ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയുകയാണ്, ദൈവത്തിൽ തന്നെ വിശ്വസിപ്പീൻ. हमें सुनने वाले हर एक भाई और बहनों को भी परमेश्वर यही कहना चाहता है, यही वचन कहना चाहता है कि परमेश्वर पर विश्वास रख. ആമേൻ ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കൂ. वो यीशु मसीह पर विश्वास कर, എന്നാൽ നീ ലജ്ജിച്ചു പോകയില്ല. तो तू लज्जित ना होगा. എന്നാൽ നീ ലജ്ജിച്ചു പോകയില്ല. तो तू लज्जित ना होगा. ഇന്ന് നീ ലജ്ജിച്ചു പോകുന്നുവെങ്കിൽ നിന്റെ ആശ്രയം എവിടെയാണെന്ന് നീ ഒന്ന് ചിന്തിക്കണം. अगर तू आज लज्जित हो रहा है तो सोच लो कि तुम्हारा आश्रय किस पर है. നീ ആരിലാണ് നീ ആശ്രയിച്ചിരിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നീ ലജ്ജിക്കുന്നത്. तू जिस पर आश्रय रखा हुआ है उसकी वजह से तू आज लज्जित हो रहा है. 2 ഹല്ലേലൂയ. നിന്റെ അടിസ്ഥാനം ഏതിന്മേലാണ് ഇട്ടിരിക്കുന്നത്, അതിലാണ് നിന്റെ ഉറപ്പ്. तूने किसके ऊपर अपना जड़ रखा हुआ है उसके ऊपर है तेरा निर्भर किया हुआ तेरा आश्रय. ആമേൻ ഹല്ലേലൂയ. ഉറപ്പുള്ള പാറയിലാണോ നിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? क्या तेरा जड़ उस परमेश्वर, तेरा नींव जो है क्या उस पत्थर के ऊपर है?
അല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മണലിന്മേലാണോ ഹല്ലേലൂയ നിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? या फिर वो नींव तेरा नींव या फिर उस मिट्टी के ऊपर है? അഥവാ മണലിലാണ് നിന്റെ അടിസ്ഥാനം നീ ഇട്ടിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ഇനിയും പ്രശ്നങ്ങൾ വർദ്ധിക്കും, നീ ഉരുണ്ട് താഴെ വീഴുകയും ചെയ്യും. अगर तेरी आश्रय, अगर तेरा नींव अगर उसी रेती के ऊपर रखा गया है तो तू और गिरेगा. ആമേൻ ഹല്ലേലൂയ. ഇനിയും അനേകർ വീഴാൻ പോവുകയാണ്. और भी कई लोग गिरने जा रहे हैं. ഇനിയും അനേകർ വീഴാൻ പോവുകയാണ്. और भी कई लोग गिरने जा रहे हैं. ആത്മാവിലാണ് ദൂത് പറയുന്നത്. आप परमेश्वर के दास आत्मा में उपदेश दे रहे हैं. ദൈവം ഇനിയും തന്റെ ജനത്തെ ഹല്ലേലൂയ ശോധന ചെയ്യാൻ പോവുകയാണ്. परमेश्वर अपने भक्तों को, परमेश्वर अपने विश्वासियों को, परमेश्वर अपने बच्चों को और भी परीक्षा लेगा. അവൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ പോവുകയാണ് ദൈവം. जैसे आटा को जैसे छानते हैं वैसे परमेश्वर छानने जा रहा അതിൽ है. ഉറപ്പുള്ളതിനെ ദൈവം പിന്നെയും ഉറപ്പിക്കും. जो परमेश्वर पर आश्रय रखकर, जो उस पत्थर पर अपना नींव बनाकर रखा है, उसको परमेश्वर और भी दृढ़ करेगा. ഇന്ന് ഈ വചനം ആരുടെയെങ്കിലും ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നെങ്കിൽ ഗുണപ്പെട്ട് മനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിന്നെ ശക്തീകരിക്കും. आज ये वचन किसी के अंदर अगर ये चुभ रहा है तो ये वचन को स्वीकार कर, अगर तू वापस आना है तो परमेश्वर तुझे रक्षा Glory करेगा. to God. Thank you Jesus. Hallelujah. റിഖവന ദിഗൽ പ്രൗഢജാല ഘടകവല വക്ഷവന. ദൈവത്തിൽ ആശ്രയിപ്പീൻ. परमेश्वर पर आश्रय रख. ആശ്രയിപ്പാൻ ഒരേ ഒരുത്തനേ ഉള്ളൂ. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, ഹല്ലേലൂയ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഹല്ലേലൂയ, ഇന്നും ഇന്നലെയും എന്നെന്നും മാറ്റമില്ലാത്തവൻ, അനന്യനായവൻ, ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. आश्रय करने के लिए हमारे पास एक मार्ग है जो कल भी वही है, आज भी वही है और कल के दिन भी वही रहने वाला, जो ना बदलने वाला यीशु मसीह. ആമേൻ. കണ്ണും മൂക്കും ഇല്ലാത്ത, ഹല്ലേലൂയ, ആമേൻ, ചിന്തിക്കാൻ കഴിവില്ലാത്ത, സംസാരിക്കാൻ കഴിവില്ലാത്ത ഏതെങ്കിലും വിഗ്രഹത്തിലാണോ നീ ആശ്രയിക്കുന്നതെങ്കിൽ നീ ലജ്ജിച്ചു പോകും. अगर तू ना कान कुछ भी ना होने वाले, अगर किसी मूर्ति पर तेरा विश्वास है तो तू लज्जित हो जाए. ആമേൻ ഹല്ലേലൂയ. നീ ലജ്ജിച്ചു പോകും. तू लज्जित हो നീ जाएगा. ഉരുണ്ട് താഴെ വീഴും. तू गिर जाएगा. ഈ വചനം നിന്നോട് സംസാരിക്കുകയാണ്. आज ये वचन तुझसे बात कर रहा है. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. अगर विश्वास करेगा तो परमेश्वर की महिमा को ആ देखेगा. കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി 2020 വർഷങ്ങൾക്ക് മുന്നമേ കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായെന്ന് നിനക്ക് വിശ്വസിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? अगर तू विश्वास कर सकता है क्या तेरे लिए परमेश्वर यीशु मसीह, मेरा मसीह यीशु 2020 साल पहले अपने कालवरी के क्रूस पर बलि चढ़ गया. യെരിഹോവിന്റെ തെരുവിൽ നിന്ന് ഭിക്ഷമേടിച്ചുകൊണ്ട് നിന്ന ബർത്തിമായിയുടെ മകനായ, ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ, ഭിക്ഷക്കാരനായ കണ്ണ് കുരുടനായ ആ ബർത്തിമായി, जो यरीहो के दीवार के सामने खड़ा रहकर, यरीहो के दरवाजे के सामने खड़ा रहकर जो भिक्षा मांग रहा था, जो भीख मांग रहा था, वो अंधा बर्तिमाई, ആമേൻ ഹല്ലേലൂയ, തിമായിയുടെ മകനായ ബർത്തിമായി യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ, ഹല്ലേലൂയ, അവൻ ബഹളം വയ്ക്കാൻ തുടങ്ങി. जब तिमाई का जो पुत्र बर्तिमाई ने जब सुना कि यीशु आ रहा है तो वो चिल्लाने लगा. ആമേൻ ഹല്ലേലൂയ. അവൻ യേശുവിനോട് വിളിച്ച് കരയാൻ തുടങ്ങി. ये यीशु को पुकार कर रोने लगा. ആ യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. वो यीशु के बारे में सुना है. ആമേൻ ഹല്ലേലൂയ. അവൻ യേശുവിനെ വിളിച്ച് അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ദാവീദ് പുത്ര, ആമേൻ, എന്നോട് കരുണ തോന്നണമേ. उसने यीशु को ऐसे बुलाया है, दाऊद के पुत्र, मुझ पर दया कर. ഇന്ന് ഇങ്ങനെ ആർക്കെങ്കിലും പറയാൻ മനസ്സുണ്ടോ? आज कोई भी ऐसा बोल सकता है क्या? ആമേൻ ഹല്ലേലൂയ. യേശു, ഹല്ലേലൂയ, യേശു ദാവീദിന്റെ പുത്ര, സ്വർഗീയ പിതാവേ, കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സലിയണമേ എന്ന്, ഹല്ലേലൂയ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കരയാൻ നിനക്ക് മനസ്സുണ്ടോ? हे आज क्या तू ऐसा रोकर बुला पाएगा? है यीशु दाऊद के पुत्र, है करुणामय, है दया देने वाले परमेश्वर, मुझ पर दया कर. കൂടെ നടന്നവരൊക്കെ അവനെ മിണ്ടാതാക്കാനുള്ള പരിപാടികളെല്ലാം നോക്കി. उसके साथ चलने वाले लोगों ने उन सबको उसको चुप कराने का पूरी कोशिश की. ആമേൻ ഹല്ലേലൂയ. എന്നാൽ അവൻ അതുകൊണ്ടൊന്നും അടങ്ങിയില്ല. लेकिन वो उस सबसे चुप नहीं हुआ. അവന് ഒറ്റ ഒരാഗ്രഹം, उसकी एक ही एक इच्छा थी. അവൻ യേശുവിനെ കാണണം. उसको यीशु को देखना. അവൻ യേശുവിനെ കാണണം. उसको यीशु से देखना. അവൻ ഹല്ലേലൂയ. അവനിപ്പോൾ കുരുടനാണ്. वो अभी अंधा है. അവനിപ്പോ കാണാൻ കഴിയത്തില്ല. वो अभी देख
नहीं എന്നാൽ सकता, അവൻ വിശ്വാസത്താൽ അവൻ പ്രഖ്യാപിക്കുകയാണ് എനിക്ക് യേശുവിനെ കാണണം. लेकिन वो विश्वास के साथ बोलता है कि मुझे यीशु। അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. वो जोर से चिल्लाने लगा। അവൻ ഉറക്കെ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ वो उसने जब जोर से चिल्लाया तब യേശുവിന്റെ കൂടെ നടക്കുന്ന എല്ലാവരും ശിഷ്യന്മാരടക്കം അവനെ മിണ്ടാതാക്കാൻ നോക്കി. यीशु के साथ चलने वाले इवन शिष्य भी उसको चुप कराने की ट्राई की कोशिश की। ഈ കാലങ്ങളിലും ഇതുപോലുള്ള കുറെ ശിഷ്യന്മാരുണ്ട്. आज के समय में भी ऐसे कई सारे शिष्य हैं। നിറം നോക്കി, പൊക്കം നോക്കി, സാമ്പത്തികം നോക്കി, അവൻ കുടുംബമഹിമ നോക്കി മിണ്ടാതാക്കിക്കുന്ന അനേക ശിഷ്യന്മാരെന്ന് പേരെടുത്തിരിക്കുന്ന അനേക പരീശന്മാർ, കള്ള പരീശന്മാർ യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് അവകാശവാദം പറഞ്ഞ് ഇതുപോലെ കൂടെ നടക്കുന്ന അനേകരുണ്ട്. आज के समय में भी, आज के काल में भी ऐसे कई सारे फरीसी हैं, दुष्ट फरीसी हैं, जो पैसे देकर, जेब में खर्चा है देखकर उसको साथ रखकर बाकियों को अलग रखने वाले ऐसे भी कई सारे शिष्य घूम रहे हैं। എന്നാൽ എന്റെ കർത്താവ് നിറം നോക്കാത്തവനാണ്. लेकिन मेरा यीशु रंग नहीं देखता, നിന്റെ അവസ്ഥകളെ നോക്കാത്തവനാണ്. तेरी अवस्था को नहीं देखता। നിന്റെ പരിസ്ഥിതി എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, तेरी परिस्थिति, तेरी अवस्था जो भी होने നിന്റെ दो, സാഹചര്യം എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, तेरी अवस्था जो भी होने നീ दो, ആ യേശുവിനോട് കരയാൻ നിനക്ക് മനസ്സുണ്ടോ? तू यीशु के लिए रो सकता है क्या? നിന്നെ മിണ്ടാതാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ശ്രമിക്കട്ടെ. तुझे चुप कराने वाले लोगों को करवाने दो, നിന്റെ ആരാധന മുടക്കാൻ ശ്രമിക്കുന്നവരൊക്കെ മുടക്കട്ടെ. तेरी आराधना को बंद करवाने के लिए कोशिश करने वाले लोगों को कोशिश करने दो, നിന്റെ നിന്റെ പ്രാർത്ഥനയെ മുടക്കുവാൻ ശ്രമിക്കുന്നവരൊക്കെ ശ്രമിക്കട്ടെ. तेरी प्रार्थना को बंद करवाने के लिए कोशिश करने वाले लोगों को करने दो। ഉച്ചത്തിൽ എത്രത്തോളം എന്നെ മിണ്ടാതാക്കാൻ ശ്രമിക്കുന്നുവോ അതിന്റെ ഇരട്ടി ശബ്ദത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ തയ്യാറാണ്? लेकिन जिस शब्द के साथ वो लोग तुझे चुप करवा रहा है, उससे भी अधिक उच्च स्वर के साथ, ऊंची आवाज के साथ क्या तू आज परमेश्वर को पुकार सकता है? അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ जब उसने ऐसा बुलाया, യേശു അവിടെ നിന്നു. यीशु वहीं खड़ा हो गया। യേശു അവിടെ നിന്നിട്ട് പറയാണ് അവനെ വിളിപ്പിൻ. यीशु वहाँ खड़ा होकर बोलता है उसको बुलाओ, അവനെ വിളിപ്പിൻ. उसको बुलाओ। ആമേൻ. അവനെ വിളിച്ചു, അവൻ അടുത്ത് വന്നു. उसको बुलाकर वो पास आया। യേശു ചോദിക്കാൻ ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? यीशु ने उसको पूछा कि क्या मैं तेरे लिए क्या कर सकता ഞാൻ हूँ? നിനക്ക് എന്ത് ചെയ്തു തരണം? मैं तेरे लिए क्या कर सकता हूँ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? मैं क्या करूँ तेरे लिए? ഹല്ലേലൂയ. ഇന്നത്തെ വിശ്വാസികൾ അല്ലെങ്കിൽ ഇന്നത്തെ ആരെങ്കിലുമാണ് ഇങ്ങനെ ഒരു ചോദ്യത്തിന് മുമ്പിൽ വന്നിരിക്കുന്നതെങ്കിൽ, आज के दिन में अगर, आज के काल में अगर कोई ये प्रश्न के सामने आया है तो ഹല്ലേലൂയ, വ്യക്തമായി പറഞ്ഞതായിരിക്കില്ല പലരും പറയുക. बर्तिमाई ने जो उत्तर दिया वो उत्तर नहीं बोला होगा। എനിക്ക് വീടില്ല, मेरे पास घर नहीं है, എനിക്ക് കിടക്കാൻ കട്ടിലില്ല, मेरे को सोने के लिए पलंग नहीं है, എനിക്ക് ഓടിക്കാൻ വണ്ടിയില്ല, चलाने के लिए गाड़ी नहीं है, എന്റെ കല്യാണം കഴിഞ്ഞില്ല, मेरी शादी नहीं हुई है, എന്റെ ആമേൻ ഹല്ലേലൂയ എനിക്ക് മക്കളില്ല, मेरे को बच्चे नहीं है, ആമേൻ ഹല്ലേലൂയ എന്റെ മക്കളുടെ വിദ്യാഭ്യാസം നടക്കുന്നില്ല, मेरे बच्चों की पढ़ाई आगे नहीं बढ़ रही, എന്റെ വീടിന് വാടക കൊടുക്കാൻ കാശില്ല, मेरे किराया देने के लिए पैसे नहीं है, എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, खुद का घर नहीं है। ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ പറയുള്ളൂ. ऐसी बातों को हम बताएंगे। ഇന്നും ഇങ്ങനെയുള്ള മൂർഖ സ്വഭാവമുള്ളവർ ഇന്നുമുണ്ട്. आज भी ऐसे मूर्ख स्वभाव वाले लोग हैं, അതുകൊണ്ടാണ് ഇന്നും ഇത് എഴുതി വച്ചിരിക്കുന്നത്. इसलिए आज भी ये वचन लिखा हुआ ആമേൻ है। ഹല്ലേലൂയ. ആ ബർത്തിമായി യേശുവിനോട് പറയാണ് എനിക്ക് കാഴ്ച കിട്ടണം. बर्तिमाई ने सिर्फ इतना ही बोला, ना ही कुछ और मांगा, उससे सिर्फ इतना ही बोला, मुझे ज्योति चाहिए, मुझे എനിക്ക് मेरी आँख കാഴ്ച वापस വേണം, चाहिए, എനിക്ക് കാഴ്ച കിട്ടണം, मुझे मेरा आँख वापस चाहिए, मुझे सब कुछ मुझे देखना है, मुझे देखना है, मुझे सब कुछ देखना है, എനിക്ക് നിന്നെ കാണണം, मुझे तेरे को देखना എനിക്ക് है, കാഴ്ച വേണം, मेरे को देखना है, ഞാനിപ്പോൾ കുരുടനാണ്. मैं अभियंता हूँ। ആമേൻ ഹല്ലേലൂയ. വചനം ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിനക്ക് സമ്മതിക്കാൻ മനസ്സുണ്ടോ ഞാനൊരു കുരുടനാണെന്ന്? जो वचन को स्वीकार नहीं कर रहा है या फिर नहीं कर रही है, क्या तू आज स्वीकार कर सकता है या कर सकती है कि तू अंधा है? ആമേൻ ഹല്ലേലൂയ. അങ്ങനെ നീ സമ്മതിച്ച് സ്വയസമ്മതം നടത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ കുരുട്ട് കണ്ണുകളെ അവൻ അഴിക്കും. अगर तू ऐसा संपूर्ण रीति से अपने आप को समर्पित करता है, तू अंधा है करके तो तुझे आज अपने आप ആമേൻ ഹല്ലേലൂയ. ആ ബർത്തിമായെ പോലെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കരയുവാൻ, ആമേൻ കർത്താവേ എനിക്ക് ഹല്ലേലൂയ എനിക്ക് കാഴ്ച കിട്ടണം, എനിക്കൊരു പുതിയ ദർശനം വേണം, എനിക്കൊരു പുതിയ അഭിഷേകം വേണം, ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ മറ്റൊന്നുമല്ല ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതല്ല, ഹല്ലേലൂയ
ഹല്ലേലൂയ. നിന്റെ നാമത്തെ ഉയർത്തുവാൻ ആവശ്യമായിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ ആ അഭിഷേകം, ആ കൃപ, ആ ശക്തി, ആ ബലം, ആ ബുദ്ധി, ആ സ്വർഗീയ ജ്ഞാനം എനിക്ക് വേണമെന്ന് കരയുവാൻ, ആ യേശുവിനോട് പറയുവാൻ മനസ്സുള്ളവർ ആരുണ്ടോ അവർക്ക് വേണ്ടി ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. बर्तिमाई के जैसे ही बर्तिमाई ने जैसे अपनी आंख मांगी, मैं तुझे देखना चाहता हूँ, जैसे उसने मांगा, ना ही घर मांगा, ना ही पैसा मांगा, ना ही गाड़ी मांगी, क्या तू भी आज ऐसा मांग सकता है कि परमेश्वर तेरे नाम की महिमा के लिए जो कुछ उपलब्ध हो सकता है, तेरे नाम की महिमा के लिए जो भी कुछ उपलब्ध हो सकता है वो मुझे चाहिए. ആമേൻ. ഹല്ലേലൂയ. സ്വർഗീയ അനുഗ്രഹം എനിക്ക് വേണം. स्वर्ग का आशीष मुझे चाहिए. സ്വർഗീയ അനുഗ്രഹം എനിക്ക് വേണം. स्वर्गीय आशीष मुझे चाहिए. എനിക്ക് ഭൂമിയിലുള്ളതല്ല വേണ്ടത്. मुझे ये जगत के आशीष नहीं, എനിക്ക് നിന്റെ നാമത്തെ ഉയർത്തുവാൻ, मुझे तेरे नाम को ऊंचा करने के നിന്റെ लिए, नामത്തിന്റെ ഉത്തമ സാക്ഷിയായി നിൽപ്പാൻ, तेरे नाम के लिए एक एग्जाम्पल बन के खड़े रहने നിന്റെ के लिए, നാമത്തിന്റെ ഉത്തമ ഗവാഹ് ठहरने के लिए, നിന്റെ നാമത്തിന് വേണ്ടി ഒരു ഉത്തമ സാക്ഷിയായി നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിന്റെ അഭിഷേകം എൻ്റെ മേൽ പകരണമേ. तेरे अभिषेक को मुझ पर उंडे, നിന്റെ ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ പകരണമേ. तेरी आत्मा की शक्ति मुझ पर उंडे. ഇന്നലെ വരെ ഞാൻ വിശ്വസിച്ചതുപോലെയല്ല കർത്താവേ, कल तक जैसा विश्वास किया था ऐसा नहीं, ഇന്ന് എന്റെ വിശ്വാസം വർദ്ധിപ്പാൻ ഇടയാകുന്ന आज मेरे विश्वास को और भी बढ़ा, ഞാൻ ആ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ, मेरे को उस विश्वास में और भी आगे बढ़ने के लिए, ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെയല്ല, कल तक जैसे प्रार्थना किया ऐसा ഇന്നലെ नहीं, വരെ ആരാധിച്ചതുപോലെയല്ല, कल तक जैसे आराधना की ഒരു ऐसे नहीं, പുതിയൊരു അഭിഷേകത്തോടെ, एक नई एक अभिषेक ഒരു के साथ, പുത്തനൊരു ഹല്ലേലൂയ അഭിഷേകത്തോടെ, एक नई एक अभिषेक के പുതിയ साथ, ദർശനത്തോടെ, एक नए दर्शन के साथ, ആമേൻ. ഹല്ലേലൂയ. അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നുള്ള കാത്തിരിപ്പോടെ वो मुझसे क्या बोलने वाला है ऐसे एक बात ആ जोते हुए, ദർശനം എഴുതി വെക്കത്തക്കവണ്ണം, वो दर्शन को लिख कर रखने के ആമേൻ. लिए ഹല്ലേലൂയ. എനിക്ക് കൃപ നൽകണമേ. मेरे को कृपा दे. ये അനുഗ്രഹം മുझ पर ഉണ്ടല്ലേ. आमेन. ഒരു വാക്യം കൂടി വായിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഹബക്കൂക്ക് 2:2. हाँ, एक और वचन पढ़कर हम प्रार्थना करेंगे. हबक्कुक 2:2. യഹോവയോട് ഉത്തരവാദിത്തം, ഈ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് ദൈവത്തിന് സമയം തെറ്റുകയില്ല. तेरे लिए परमेश्वर का जो वचन है, तेरे लिए परमेश्वर की जो इच्छा है, उसके लिए समय में कोई भी गलती नहीं होगी. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സമയം തെറ്റുകയില്ല. वो समय में कोई भी गलती नहीं वो होगी. समय कभी बदलेगा नहीं. असमय മാറുകയില്ല. ആമേൻ. ഹല്ലേലൂയ. സമയം തെറ്റുകയില്ല. समय कभी बदलेगा नहीं. സമയം പറഞ്ഞത് മനുഷ്യനല്ല. समय जो बताए वो मनुष्य ഈ ने, ദർശനം തന്നത് മനുഷ്യനല്ല. दर्शन मनुष्य ने नहीं दिया, ആമേൻ. ഏതെങ്കിലും സംഘടന തന്ന ദർശനമല്ല. कोई संगठन ने नहीं दिया, ആമേൻ. ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞ ദർശനമല്ല. कोई व्यक्ति ने नहीं बताया. ഇത് ദൈവം തന്ന ദർശനമാണ്. ये परमेश्वर ने दिया हुआ ഇത് നിന്നോടുള്ള ദർശനമാണ്. ये तेरे लिए दर्शन है. നീ അത് വിശ്വസിക്കണം. तुझे उसे विश्वास करना है. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. विश्वास करेगा तो परमेश्वर की महिमा को എന്നിട്ട് നീ देखेगा. പ്രാർത്ഥിക്കണം. इसके बाद तू प्रार्थना എന്താ कर. നീ പ്രാർത്ഥിക്കേണ്ടത്? क्या तुझे प्रार्थना करना ഹബക്കൂക്ക് है? 3:2. हबक्कुक 3:2. ആമേൻ. ഹല്ലേലൂയ. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. हे यहोवा, साल खत्म होने से पहले तेरी महिमा को प्रकट ആമേൻ. कर. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. समय खत्म होने से, साल खत्म होने से पहले तेरी महिमा को प्रकट ഓ कर. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയം. ഹല്ലേലൂയ. परमेश्वर का समय. ആമേൻ. ഹല്ലേലൂയ. ആ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കാൻ തയ്യാറാണോ? उस समय के लिए तू बाट जोड़ने के लिए तैयार है क्या? മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാണോ? बिना थके प्रार्थना करने के लिए तैयार है क्या? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ നീ തയ്യാറാണോ? प्रार्थना में बैठने के लिए तैयार है क्या? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ इन दिनों में, ഈ ലോക്ക്ഡൌൺ തീർന്നെഴുന്നേൽക്കുമ്പോൾ ये लॉकडाउन खत्म होकर जब बाहर നീ निकलोगे, ആലലിന്നൊരു പ്രാർത്ഥന വീരയായി നീ എഴുന്നേൽക്കണം. एक प्रार्थना वीर बनकर हमें खड़ा होना है. ആമേൻ. ഹല്ലേലൂയ. നീ എഴുന്നേറ്റാൽ ചിലത് വീഴണം. तू
तू खड़ा होगा तो तू खड़ी होगी ആ तो तुझे गिरना ദൈവശക്തി चाहिए। നിന്റെ മേൽ വ്യാപരിക്കണം. वो परमेश्वर की शक्ति तेरे अंदर व्यापार होनी Hallelujah. चाहिए। Glory to God. Hallelujah. ഇതുവരെ നടന്നതുപോലെയല്ല, आज तक जैसे चले वैसे नहीं, ഇന്നലെ വരെ പ്രസംഗിച്ചതുപോലെയല്ല, कल तक जैसे प्रचार किया ऐसा नहीं, അവൻ എന്തെങ്കിലും പഠിച്ചു വെച്ചുള്ള പ്രസംഗമല്ല, कुछ पढ़कर प्रचार करना नहीं, ആത്മാവിന്റെ ശുശ്രൂഷ, आत्मा का प्रचार, ആത്മാവിലെ പ്രാർത്ഥന, आत्मा में प्रार्थना, ആത്മാവിലെ ആരാധന, आत्मा में ഓ आराधना, ആത്മാവിലെ ശുശ്രൂഷകൾ, आत्मा में ഓ प्रचार, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ആത്മാക്കൾ വിടുവിക്കപ്പെടത്തുള്ളൂ. तो ही आत्मा छुटकारा पाएंगे। അവൻ പെന്തക്കോസ്ത് നാളിൽ ആത്മാവിൽ എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ പ്രസംഗിച്ച പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോൾ, जब पेंटिकोस्त के दिन जब आत्मा में भरपूर होकर जब पतरस का प्रचार सुना, ആമേനാലിലെ 3000-ഓളം പാപികൾ രക്ഷിക്കപ്പെട്ടു. 3000 से भी कई ज्यादा लोग पापी रक्षा प्राप्त किए। ഈ ലോക്ക്ഡൌൺ കാലം കഴിയുമ്പോൾ जब ये लॉकडाउन का समय पूर्ति होगी, നമ്മുടെ ഭാരതം മുഴുവനും हमारा पूरा भारत സകല ലോകരാജ്യങ്ങളിലും हर एक लोग राज्य में അവിടങ്ങളിലായി उधर इधर करके വലിയൊരു ആത്മിക ഉണർവ് വ്യാപിക്കാൻ പോവുകയാണ്. एक बड़ा परमेश्वर की एक बेदारी होने जा रही है। ആമേൻ. ഹല്ലേലൂയ. വലിയൊരു ആത്മാവിന്റെ തീ കത്താൻ പോവുകയാണ്. एक परमेश्वर की एक बड़ी आग होने जा रही है। ആമേൻ. ഹല്ലേലൂയ. ഒരു ആത്മാവിന്റെ ഒരു അഭിഷേകം, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ചില ഭക്തന്മാർ എഴുന്നേൽക്കാൻ പോവുകയാണ്. एक आत्मा में भरपूर होकर एक अद्भुत अभिषेक के साथ कुछ दास खड़े होने जा रहे हैं। ആമേൻ. ഹല്ലേലൂയ. പഴയതല്ല, पुराना नहीं, പഴയതല്ല, पुराना नहीं, പുതിയതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. नए को परमेश्वर खड़ा करने जा रहा है। പഴയതിനെ എന്റെ കർത്താവിന് വേണ്ട. जो पुराने को परमेश्वर को नहीं चाहिए। ആമേൻ. ഹല്ലേലൂയ. പുതിയ തുരുത്തി, कुछ नए, പുതിയ തുരുത്തി, कुछ नए, പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ്, कुछ नए बर्तन में പഴയ कुछ नए, തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരത്തില്ല. कुछ नए, ആത്മാവിലാണ് ഞാൻ ദൂത് പറയുന്നത്. कुछ नए बर्तन में कुछ नए दाखरस, पुराने नहीं, आमीन, ये आत्मा हालेलुया। में बता रहे हैं। Glory to God, glory to God, hallelujah. പുതിയ തുരുത്തി, പുതിയ തുരുത്തി, नए बर्तन, ആമേൻ. പുതിയ വീഞ്ഞ് नया दाखरस അനേകർക്ക് അത് അനുഗ്രഹമാകും. कई सालों के लिए आशीष का कारण हो। ആമേൻ. ഹല്ലേലൂയ. കൈ ലോകം के लिए आशीष का कारण. आमीन। अनेकर का आशीष। ശംസര ജരാദൽ ഭൗതിരാദികളെ. ഓ glory to God, glory to God, glory to God, hallelujah. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ, परमेश्वर की आत्मा की शक्ति यहाँ पे बरसने पाए। ആമേൻ. ഹല്ലേലൂയ. ലോകമെങ്ങും ഒരു വലിയൊരു ആത്മാവിന്റെ കാറ്റടിക്കുവാൻ, पूरे जगत में परमेश्वर की एक आत्मा का एक हवा चलने पाए। പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. पवित्र आत्मा एक और बात को बता रही है। ആമേൻ. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 37 പറയുന്നത് പോലെ, एसेकिएल की भविष्यवक्ता के पुस्तक में जब 31वें अध्याय में 37 अध्याय में जो कहता है, 37वें अध्याय में यूं कहता है, അവൻ അസ്ഥികളുടെ നടുവിലേക്ക് ആത്മാവ് എടുത്തുകൊണ്ട് എസെക്കിയേലിനെ കൊണ്ട് ചെന്നിരുത്തി. वो हड्डियों के बीच में एसेकिएल को आत्मा ने लेके गया। അവൻ അവൻ ഹല്ലേലൂയ. വേർവിട്ട് കിടക്കുന്ന അസ്ഥികൾ, जो अलग बिखरे हुए हड्डियों, വളരെ ഉണങ്ങി ശുഷ്കിച്ചു പോയ അസ്ഥികൾ, सूखी हुई हड्डियों के बीच में, വളരെ നാറ്റം വെക്കുന്ന അസ്ഥികൾ, बदबू मारने वाली हड्डियां, അവൻ വലിയൊരു താഴ്വരയുടെ മധ്യത്തിൽ, बड़ी एक गहराई के मध्य में ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, परमेश्वर की आत्मा यो कहती है, നീ ഹല്ലേലൂയ ഈ ആമേൻ ഈ അസ്ഥികളെ നോക്കി तू इन अस्थियों को देखकर, നീ പ്രവചിക്കണം. तू इन हड्डियों को देखकर तुझे भविष्यवाणी करनी है। നീ ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം. तुझे हड्डियों को देखकर, इन हड्डियों को देखकर भविष्यवाणी करनी ബാക്കി है। കാര്യം എന്റെ ദൈവം ചെയ്യും. बाकी का कार्य मेरा परमेश्वर करेगा। ദൈവം പറയുന്നത് പോലെ നീ ചെയ്താൽ, परमेश्वर जैसे यो कहता है वैसा करेगा। तो നീ അങ്ങനെ ചെയ്യാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, जैसा करना है इसके लिए तू अपने आप को समर्पण करेगा। ഹല്ലേലൂയ. സ്വർഗീയമായ ഒരു ദർശനത്തിൽ നിന്നുകൊണ്ട്, स्वर्ग की एक दर्शन में खड़े ഒരു रहेगा, പുതിയൊരു അഭിഷേകത്തോടെ एक नए अभिषेक के साथ, നീ നിമിത്തം तेरे वजह से അവൻ അനേകായിരങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുന്നു എന്ന് ആത്മാവ് ദൂത് പറയുന്നു. कई हजार लोग आत्मा में छुटकारा प्राप्त करने जा रहे हैं। ഹല്ലേലൂയ. വലിയൊരു ഉണർവ് വരുന്നു. बड़ी एक बेदारी आ रही है। ലോകം മുഴുവൻ ഒരു ഹല്ലേലൂയ ആത്മാവിന്റെ കാറ്റടിക്കാൻ പോകുകയാണ്. पूरी दुनिया में, पूरे जगत में परमेश्वर की आत्मा की हवा बिखरने जा रही है। കോട്ടയ്ക്കകത്ത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനെ
अंदर घर के अंदर बंद रहकर प्रार्थना करने वाले परमेश्वर के भक्त പത്രോസ് പ്രാർത്ഥിപ്പാൻ ഒരു വെൺമാടത്തിൽ കയറി. पतरस प्रार्थना करने के लिए एक छत पर चढ़ गया, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം കയറിയതാ. प्रार्थना करने के लिए एक चढ़ा, എന്നാൽ വലിയൊരു ദർശനമാണ് പത്രോസിന് കൊടുത്തത്. एक बड़ी एक दर्शन उसको दिया. ഓ ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. ഇന്ന് ചില ജീവിതങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ദർശനത്തോടെ അവൻ ഒരു പുതിയൊരു തലമുറയെ ഒരു പുതിയ അഭിഷേകത്തോടെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആത്മാവിൽ ദൂത് പറയുന്നു. एक जनरेशन को, एक पीढ़ी को परमेश्वर आत्मा में भरपूर होकर आगे लाना चाहता है. പഴയതിനെ വേണ്ട, पुराने को नहीं चाहिए. ഇപ്പോൾ പിടിച്ചത്, अभी जिसको पकड़ा, ഇപ്പോൾ പിടിച്ചതിനെ വേണം. अभी जिसको पकड़ा. കർത്താവിന് ഫ്രഷ് വേണം, परमेश्वर को फ्रेश വേണം, ഫ്രഷ്. नया चाहिए, बिल्कुल नया. നമുക്ക് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. आइए हम अपने आप को समर्पण करें. കർത്താവിനോട് പറ, കർത്താവ് നീ എന്നെ ഒന്ന് പുതുതാക്കണമേ. हम परमेश्वर से योग्य है मुझे ഞാനെന്ന എന്നെ, ഹല്ലേലൂയ, എന്റെ വ്യക്തിത്വത്തെ, എന്റെ ജീവിതത്തെ കർത്താവെ ഒന്ന് പുതുതാക്കാൻ കൃപ നൽകണമേ. मैं जो मैं हूँ मुझे एक नया बना. എന്റെ പാരമ്പര്യമല്ല, मेरे पारंपरिक नहीं, എന്റെ വിശ്വാസത്തിന്റെ പാരമ്പര്യം ഒത്തിരി എനിക്ക് പറയുവാനുണ്ടായിരിക്കും. मेरे विश्वास के रीति रिवाज बहुत सारे होंगे बताने के लिए. ചിലപ്പോൾ നീ ജനിച്ചത് ക്രിസ്തീയ കുടുംബത്തിലായിരിക്കാം. शायद तेरा जन्म क्रिस्तीय परिवार में हुआ നീ होगा. ചിലപ്പോൾ പെന്തക്കോസ് കുടുംബത്തിലായിരിക്കും ജനിച്ചത്. शायद तो पेंतिकोस परिवार में जन्म लिया होगा. ആമേൻ, ഹല്ലേലൂയ. അപ്പനപ്പൂപ്പന്മാർ മുതൽ നിന്റെ ഭവനത്തിൽ ചിലപ്പോൾ പാസ്റ്റർമാരുടെ ബഹളമായിരിക്കാം. तेरे दादा परदादों से पास्टर का बहुत बड़े खानदान होगा. നീ പാസ്റ്ററുടെ മകനായിട്ട് ജനിച്ചതായിരിക്കാം. तो पास्टर का बेटा होकर जन्म लिया होगा. എന്നാൽ ഇന്ന് ആത്മാവ് പറയുന്നു, लेकिन आज आत्माओं कहती है സകലത്തെയും പുതുതാക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ, सभी को सब कुछ नया करने वाले वचन की शक्ति के साथ, ആമേൻ, ഹല്ലേലൂയ, ആ ശക്തി പ്രാപിപ്പാൻ ദൈവാത്മാവ് ബുദ്ധിപദേശിക്കുകയാണ്. वो शक्ति को प्राप्त करने के लिए पवित्र आत्मा बुद्धि दे रही. ആമേൻ, ഹല്ലേലൂയ. നിന്റെ പാരമ്പര്യം എന്റെ ദൈവത്തിന് വേണ്ട, तेरे पारंपरिक या तेरे रीति रिवाज परमेश्वर को नहीं നിന്റെ चाहिए. കുടുംബ മഹിമ എന്റെ ദൈവത്തിന് വേണ്ട, तेरे खानदान की महिमा उसको നിന്റെ नहीं चाहिए. നിറം എന്റെ ദൈവത്തിന് വേണ്ട, तेरे रंग उसको नहीं നിന്റെ चाहिए. വിദ്യാഭ്യാസം എന്റെ ദൈവത്തിന് വേണ്ട. तेरी पढ़ाई उसको नहीं चाहिए. എന്നാൽ നിനക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയുമോ? क्या तू अपने आप को समर्पण करने के लिए എന്നെ तैयार ഒന്ന് है? പുതുതാക്കണമേ, मुझे नया बना, എന്നെ ഒന്ന് പുതുതാക്കണമേ. मुझे नया बना. പുതിയൊരു അഭിഷേകം എന്റെ മേൽ പകരണമേ, नया एक अभिषेक मुझ പുതിയൊരു पर, അഭിഷേകം എന്റെ മേൽ പകരണമേ, एक नया एक अभिषेक मुझ പുതിയൊരു पर, ശക്തി എന്റെ മേൽ പകരണമേ. एक नई शक्ति मुझ पर, ആമേൻ, ഹല്ലേലൂയ. പുതിയൊരു ദർശനം നീ എനിക്ക് നൽകണമേ. एक नया एक दर्शन मुझे दे. ആമേൻ, ഹല്ലേലൂയ. അസ്ഥി കുമ്പാരത്തിന്റെ നടുവിൽ ചെന്നാലും, अस्थियों के बीच में तू डाला जाए तो भी, ആമേൻ, ഉദർവിൽ ഞാൻ മൂക്ക് പൊത്തുകയില്ല. उधर भी मैं अपने नाक नहीं ഞാൻ बंद നിന്റെ करूंगा. ആത്മാവിൽ ഞാൻ അതിനെ നോക്കി പ്രവചിക്കും. आत्मा में भरपूर होकर मैं उसके सामने भविष्यवाणी करूंगा. അങ്ങനെ സമർപ്പണമുള്ള ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ऐसे समर्पण वाले कुछ लोगों को परमेश्वर खड़ा करने जा रहा है. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കാട്ടെ. विश्वास करने वाले लोग परमेश्वर की महिमा करें. हालेलुया. हालेलुया. आमीन. हमारे आंखों को बंद कर, मत हमारे खंडे लड़का. आइए हम अपने आंखों को बंद करें. आमीन. हालेलुया. Glory to God. Thank you Jesus. Hallelujah. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചു. നിന്നെ പോലെ എന്നെ ഒന്ന് പുതുതാക്കണമേ. നിന്റെ വചനത്തിന്റെ ശക്തി, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. हालेलुया. നീ ആഗ്രഹിക്കുന്നത് പോലെ जैसा तू चाहता वैसा तू मुझे
ശക്തി അഭിഷേകം നിന്റെ മേൽ തടയട്ടെ. Glory the name of Jesus. Thank you, Lord. कलवरी पर बलिदान हुआ Thank you, Jesus. दानो दाता है तू Glory in the name of Jesus. Thank you, Jesus. रहूंगा और तुझसे ज्यादा प्रेम करूंगा विश्वास से स्थिर रहूंगा और तुझसे ज्यादा प्रेम करूंगा टूटा हुआ मन जाता है तू നുറുങ്ങിയ ഹൃദയം ആഗ്രഹിക്കുന്ന ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. टूटा हुआ വചനം കേട്ട സഹോദര സഹോദരന്റെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ട്. है तू പ്രിയരെ, നിന്റെ മനസ്സ് തകർന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ പിടിവിപ്പാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ ശക്തീകരിപ്പാൻ, അഭിഷേകത്താൽ നിറപ്പാൻ ആഗ്രഹിക്കുന്നു. स्वर्गीय स्थानों में बैठा दिया नया बनाया പുതുതാക്കി दया അവൻ നമ്മെ പുതുതാക്കി സ്വർഗീയ സ്ഥാനത്ത് നമ്മെ ഇരുത്തിയിരിക്കുന്നു. നമ്മെ സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? उसे Oh, glory. मुझे तोले तू ആമേൻ, ഹല്ലേലൂയ. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. तेरे लहू से मुझे धो ले प्रभु, पूरी तौर से तू मुझे धो ले. നിന്നെ പോലെയാകുക കർത്താവേ, എനിക്ക് നിന്നെ പോലെയാകുക. ഓ രവരവര ശങ്കരേ, ഇഖരവര ശങ്കരേ, तेरे ही समान होने के लिए मेरे जीवन में काम कर तू प्रभु. तो तेरे ही समान होने के लिए मेरे जीवन में तू काम मेरे कर. जीवन में मेरे जीवन में काम कर तू प्रभु. हालेलुया. Thank you Jesus. तेरे ही समान യേശുവിനെ പോലെയാകുക. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. राम राम ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. आज सुबह के समय ഓ ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, मेरे प्रिय भाइयों और बहनों ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. परमेश्वर के हाथों में समर्पण करें. കർത്താവിനോട് പറ, परमेश्वर से यूं कह तू, ഹേ പ്രഭു, हे प्रभु, കർത്താവേ, हे प्रभु, നിന്റെ രക്തത്താൽ എന്നെ കഴുകണം. तेरे लहू से मुझे धो दे. ഞാൻ മുഴുവനും ശുദ്ധിയുള്ളവരാകട്ടെ. मुझे पूरा शुद्ध बना. ഓ രവല ശങ്കരേ, എന്റെ അവിവേകത്തെ എന്നോട് ക്ഷമിക്കണമേ. मेरे मूर्ख बुद्धि के लिए मुझे क्षमा कर. എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. मेरे पापों को तू क्षमा कर. എന്റെ അനുസരണക്കേടിനെ എന്നോട് ക്ഷമിക്കണമേ. मेरी अनाज्ञाकारिता को तू क्षमा कर. ഹല്ലേലൂയ. മനുഷ്യരെ, എന്റെ തന്നിഷ്ടത്തെ എന്നോട് ക്ഷമിക്കണമേ. मैं अपने हिसाब से जो जी रहा था उसको तू क्षमा कर. മനുഷ്യരെ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണം. अपने लहू से तू मुझे धो दे. ഹല്ലേലൂയ. ഞാൻ നിനക്കെതിരെ പാപം ചെയ്തു. मैंने तेरे खिलाफ पाप किया. ഞാൻ നിനക്കിന്റെ വചനത്തിനെതിരെ ഞാൻ സംസാരിച്ചു. तेरे वचन के खिलाफ मैं बोला. എന്റെ നാവിനെ ശുദ്ധീകരിക്കണം. मेरे जीव को तू शुद्ध कर. എന്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണമേ. मेरी आँख को तू शुद्ध कर. നിനക്ക് ഹിതമില്ലാത്തതിനെ ഞാൻ നോക്കി. तेरी इच्छा के विरुद्ध के जाकर मैंने तो എന്റെ देखा. കണ്ണിനെ ശുദ്ധീകരിക്കണമേ. मेरी आँख को तू शुद्ध कर. എന്റെ കാതുകളെ ശുദ്ധീകരിക്കണമേ. मेरे कानों को तू शुद्ध कर. നിനക്ക് ഹിതമില്ലാത്തത് ഞാൻ പലതും കേട്ടു. तेरी इच्छा के विरुद्ध जाकर कई सारी बातों को मैंने सुना. എന്റെ കാതുകളെ ശുദ്ധീകരിക്കണം. मेरे कानों को तू शुद्ध कर. നിന്റെ വചനം വിലക്കുന്നതായ പലതും ഞാൻ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. तेरे वचन के खिलाफ जाने वाली कई सारे बातों को मैंने अंदर ही अंदर रखा. എന്റെ ഹൃദയത്തെ കഴുകണമേ. मेरे दिल को तो मेरे हृदय എന്റെ को तू പാപത്തെ धो. എന്നോട് ക്ഷമിക്കണമേ. मेरे पाप से तू क्षमा कर. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. अपने आप को पूरा समर्पण कर. पूरी तौर से
മുഴുവനായി तेरे लहू से मुझे धो ले तू प्रभु पूरी तौर से अभी तेरे ही समान होने के लिए मेरे जीवन में काम कर तू प्रभु। यीशुवे बोले आप, यीशुवे बोले आप, होने के लिए मेरे जीवन में काम कर तू प्रभु। मुझे नया बना, എന്നെ പുതുതാക്കണം, मुझे नया बना, നിന്റെ രക്തത്താൽ എന്നെ കഴുകണം, तेरे लहू से मुझे तू धो, എന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ मेरे सर से लेकर मेरे पाँव तक, എന്റെ നോട്ടത്തെ ഭാവത്തെ ചിന്തകളെ मेरे हाल भाव मेरे देखने को, എന്റെ ഹാലയിൽ എന്റെ ഇടപാടുകളെ मेरे बातचीतों को, എന്റെ നടപ്പിനെ मेरे चाल चलन को ഹാലലുയ കഴുകി ശുദ്ധീകരിക്കണം। धोकर शुद्ध कर। നിനക്ക് ഹിതമില്ലാത്ത വഴികളിൽ പോകുവാനിടയാകരുത്। तेरे इच्छा के विरुद्ध होने वाले रास्तों पर मैं ना चलूं। കർത്താവേ, നിന്റെ വചനം വിലക്കുന്നതായ യാതൊന്നും നോക്കുവാൻ എന്റെ കണ്ണുകളെ അനുവദിക്കരുത്। तेरे वचन के खिलाफ होने वाले कुछ भी मैं ना देख पाऊं। എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്യുവാൻ मेरे आंखों के साथ एक वाचा बांधू। मुझे कृपा दे, അനുഗ്രഹിക്കണം, എനിക്ക് കൃപ തരണമേ। मुझे कृपा दे। നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിപ്പാനുള്ള കൃപ നീ എനിക്ക് തരണമേ। जीभ को ताला मारकर बैठूं ऐसी एक कृपा मुझे दे। ഹൃദയത്തെ പരിച്ഛേദന ചെയ്യാനുള്ള കൃപ തരണമേ। दिल का खतना करूं ऐसी एक मुझे कृपा दे। ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കാനുള്ള കൃപ എനിക്ക് തരണമേ। शरीर को दंडित कर कर अपना गुलाम बनाओ ऐसी एक कृपा दे। എന്റെ പ്രവൃത്തികളെ നിയന്ത്രിപ്പാനുള്ള കൃപ നീ എനിക്ക് തരണമേ। मेरे कार्य को, मेरे कामों को मैं अपने आप में शुद्ध करूं ऐसी एक कृपा दे। എന്റെ നടപ്പിനെ ക്രമീകരിപ്പാൻ എനിക്ക് കൃപ തരണമേ। मैं चाल चलन को ठीक करूं ऐसी एक कृपा मुझे दे। എന്റെ ഹൃദയ വിചാരങ്ങളെ നിയന്ത്രിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ। मेरे हृदय और मेरे विचारों को शुद्ध करने के लिए कृपा दे। സ്വർഗീയ കാര്യങ്ങളെ മാത്രം ചിന്തിപ്പാനുള്ള കൃപ നീ എനിക്ക് തരണമേ। स्वर्गीय बातों के बारे में ही सिर्फ सोचने के लिए तो मुझे कृपा दे। ഹല്ലേലൂയ, നീ എന്നെ പുതുതാക്കണം। तो मुझे शुद्ध कर, मुझे नया बना। ആമേൻ, ഹല്ലേലൂയ। ഈശോയെ പ്രാർത്ഥിച്ചാട്ടെ। आइए हम अपने आप को समर्पण करें, प्रार्थना करें। യേശുവിന്റെ നാമത്തിൽ हालेलुया, കർത്താവേ, ഞങ്ങൾ നിന്റെ പാദപീഠത്തോടടുത്ത് വരികയാണ്। और परमेश्वर पिता, हम तेरे उपस्थिति की ओर आ रहे हैं। ആമേൻ, ഹല്ലേലൂയ। ഇന്ന് പകൽക്കാലം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം। आज सुबह के समय तूने हमारे साथ रहकर, हमारे साथ उपस्थिति होकर हमसे बातचीत की, इसके लिए तेरा धन्यवाद। നിന്റെ വചനത്താൽ ഞങ്ങളെ സ്പർശിച്ചതിനായി സ്തോത്രം। तेरे वचन से तूने हमें छुआ, इसके लिए तेरा ഈ धन्यवाद। വചനം കേട്ട ഓരോ ജീവിതങ്ങൾക്കായി സ്തോത്രം। ये वचन सुने हुए एक एक परिवार को, एक ഇന്ന് एक പകൽക്കാലം व्यक्ति को, ലോകം മുഴുവനും ഞങ്ങളുടെ ഭാരതം മുഴുവൻ നടക്കുന്ന ഈ വിശുദ്ധ സഭായോഗത്തെ, ഭവനത്തിലെ വിശുദ്ധ സഭായോഗത്തെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം। और सुबह के समय में दुनिया भर में, देश भर में, इस भारत देश में चलने वाले तेरे कुटुंबों में चलने वाले तेरी आराधना सभा के लिए तूने आशीषित किया, इसके लिए तेरा धन्यवाद। ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു। तुझे अपने हाथों में सौंपते हैं। വചനം കേട്ടവരെ ശുദ്ധീകരിക്കണമേ। जिसने वचन सुना उसको तो शुद्ध कर, ആമേൻ, അടിയനെ ശുദ്ധീകരിക്കണമേ। मुझे शुद्ध कर, എന്റെ കുടുംബത്തെ मेरे ശുദ്ധീകരിക്കണമേ। परिवार को तो शुद्ध कर, എന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ കൃപ ചെയ്യണമേ। मेरे नाम की महिमा के लिए खड़े रह पाए, ഈ ऐसा വചനം कृपा കേട്ട दे। ഓരോ ജീവിതങ്ങളും ഇന്ന് വിടുവിക്കപ്പെടട്ടെ। एक एक जीवन जिसने भी ये वचन सुना है आज छुटकारा पाने का, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ। यीशु के नाम में छुटकारा होने का, യേശുവിന്റെ നാമത്തിൽ എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ। और एक निराशा यीशु के नाम से हटने का, ആമേൻ, ഹല്ലേലൂയ। നിന്റെ ജനം നേരിടുന്ന എല്ലാ ഹല്ലേലൂയ ഭയഭീതികളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ। हे पिता, तेरे लोग जो भी भयभीति से होकर गुजर रहे हैं, वो सारे भयभीत यीशु के नाम से दूर होने का, രോഗഭയം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ। बीमारी का डर यीशु के नाम से दूर होने का, മരണഭയം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ। मृत्यु का डर यीशु के नाम से दूर होने का, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ വ്യക്തികളെയും സ്പർശിക്കട്ടെ। पवित्र आत्मा तू हर एक को तो छू ले। നിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതുപോലെ तेरी आत्मा ने जैसे हमसे बात किया, നീ ഞങ്ങളെ പുതുതാക്കുന്നതിനായി സ്തോത്രം। तू हमें नया बना रहा है, इसके लिए धन्यवाद। അതിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകുന്നതിനായി സ്തോത്രം। तू अपने लहू से मुझे धो रहा है, इसके लिए तेरा പുതിയ धन्यवाद।
ദർശനം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. एक नया दर्शन तुम्हारे हमारे जीवन में दिया, इसके लिए പുത്തനൊരു धन्यवाद। അഭിഷേകം ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. एक नया एक अभिषेक हमारे जीवन में दिया, इसके लिए നീ ഞങ്ങളെ धन्यवाद। ഉണർവോടെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. तूने हमें जागृत कर कर उठाया, इसके लिए तेरा धन्यवाद। ഒരു പുതിയ തലമുറയെ കർത്താവിന്റെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. एक नई पीढ़ी को आशीषित कर कर अभिषेक, एक नए अभिषेक के साथ खड़ा कर रहा है, इसके लिए तेरा धन्यवाद। പഴയതല്ല പുതിയതിനെ തന്നെ നീ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. पुराने को नहीं, एक नए पीढ़ी को ही तू खड़ा कर रहा है, इसके लिए तेरा धन्यवाद। യേശുവിന്റെ നാമത്തിൽ यीशु के नाम में എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. सभी को आशीषित कर, ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു. हमारे राज्य को എല്ലാ अनुग्रह, ലോക രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്നു. हर एक देश, हर एक ആയിരിക്കുന്ന जगह पर, പട്ടണങ്ങളെ ഗ്രാമങ്ങളെ അനുഗ്രഹിക്കുന്നു. हर एक देश में, हर एक राज्य में हम रहने वाले हर एक शहरों को, हर एक गाँव को तेरे हाथों में सौंपते ഈ हैं। മഹാമാരിയുടെ മധ്യത്തിലും കർത്താവ് ഇതിന്റെ ജനത്തെ അവിടുത്തെ രക്തക്കോട്ടകളിൽ മറയ്ക്കണമേ. ये महामारी के बीच में भी तू अपने लोगों को, तू अपने बच्चों को तेरे शरण में तू रखना, ജനം നിങ്ങളിലേക്ക് തിരിയാൻ കൃപ ചെയ്യണം. पर लोग तेरी ओर फिर नहीं पाए, അവൻ പാപികൾ മാനസാന്തരപ്പെടാനിടയാക്കണം. पापी रूपाल उतार पाए। യേശുവിന്റെ നാമത്തിൽ, यीशु के नाम में, യേശുവിന്റെ നാമത്തിൽ यीशु के नाम में അങ്ങനെ സംഭവിക്കട്ടെ. ऐसा ही हो रहे थे। അസ്ഥികളെ നോക്കി പ്രവചിപ്പാനുള്ള കൃപ നിന്റെ ജനത്തിന്റെ മേൽ പകർന്നാട്ടെ. लोगों को देखकर भविष्यवाणी करने के लिए तू कृपा दे। യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. यीशु के नाम में ऐसा होने पाए, നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ऐसा कर रहा है, इसके लिए तेरा धन्यवाद। ഇത്രത്തോളം ഞങ്ങൾക്ക് ജയം നൽകിയതിനായി സ്തോത്രം. अभी तक तूने हमें विजय दिया, इसके लिए तेरा ഞങ്ങളുടെ धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. हमारी प्रार्थना सुन, इसके लिए तेरा धन्यवाद। യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह के नाम से मांगते हैं, सुना और ज्ञान करो स्वर्गीय पिता। ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായി നാമോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട് ഇന്ന് പകൽക്കാലം ലോകം മുഴുവൻ നടക്കുന്ന ഈ ഭവനത്തിലെ സകല വിശുദ്ധ സഭായങ്ങളോട് സകല വിശുദ്ധന്മാരോടും കൂടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ മെഹപ്രത്യക്ഷതവരെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. आमीन। पिता परमेश्वर का प्रेम, पुत्र यीशु की अनुग्रह, पवित्र आत्मा की सगवाई और संगति हमारे हर एक के साथ, सारे पवित्र लोगों के साथ मसीह के दूसरे आगमन तक हमेशा हमेशा होती रहे. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.